നമ്മള് ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ പുസ്തക ലോകം പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. പുസ്തക ലോകത്തിന്റെ 25-ാം ഭാഗത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രശസ്ത സാഹിത്യകാരനായിരുന്ന KV രാമനാഥൻ മാഷിന്റെ കഥകളും ജീവിതവും വിവരിക്കുന്ന സുവർണ മല്ലികയുടെ ചില്ല എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപുത്രി ശ്രീമതി രേണു രാമനാഥാണ്. ഈ പുസ്തകം ക്ലബ് ഹൗസ് ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീ R ചന്ദ്രബോസ് ആണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം. അച്ഛൻ പറഞ്ഞ കഥകൾ കേട്ടു വളർന്ന ഒരു മകൾ, അച്ഛന്റെ ഓർമ്മകളിലൂടെ അച്ഛൻ വളർന്ന നാടിന്റെയും ജീവിച്ച കാലത്തിന്റെയും കഥ പറയുന്ന സുവർണ മല്ലികയുടെ ചില്ല പ്രശസ്ത സാഹിത്യകാരനായ KV രാമനാഥന്റെ ജീവിതത്തെക്കുറിച്ച് മകളും പത്രപ്രവർത്തകയുമായ രേണു രാമനാഥ് രചിച്ച ഓർമ്മക്കുറിപ്പുകളാണ്. ഇത് അച്ഛന്റെ മാത്രം കഥയല്ല. ബാലസാഹിത്യകാരനും അധ്യാപകനുമായ KV രാമനാഥന്റെ ജീവിത ചരിത്രം മാത്രവുമല്ല, ഒരു ദേശത്തിന്റെയും കാലത്തിന്റെയും കൂടി കഥയാണ്. ഈ പുസ്തകത്തിന്റെ രചയിതാവ് രേണു രാമനാഥ് പറയുന്നു. ഡോക്ടർ M ലീലാവതിയാണ് പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത്. ക്ലബ് ഹൗസ് പുസ്തക ലോകത്തിൽ പരമ്പരയുടെ 25-ാം അധ്യായത്തിൽ ഇന്ന് ഈ പുസ്തകമാണ് നാം ചർച്ച ചെയ്യുന്നത്. പലയിനം പൂക്കൾ കോർത്ത മാല പോലെയോ, പല വർണ്ണങ്ങൾ ഇഴകോർത്ത് നെയ്തെടുത്ത നനുത്ത പട്ടുപോലെയോ, കാലം, വ്യക്തി, ദേശം, കുടുംബം എന്നിവ ചേരുംപടി ഇണക്കിച്ചേർത്ത ഒരു ആഖ്യാന പാടവത്തോടെ രചിക്കപ്പെട്ട സാഹിത്യകൃതിയാണിത്. വ്യക്തിയുടെയും ദേശത്തിന്റെയും കാലത്തിന്റെയും ആഖ്യാനത്തിൽ അത്യുക്തിയോ ന്യൂനോക്തിയോ പക്ഷപാതിത്വമോ ഇല്ലാതെ ഇഴകോർത്ത് മാലയാക്കിയ രചനയിലെ ആ ശ്രദ്ധ, വിട പറഞ്ഞ വ്യക്തിയുടെ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് അച്ഛനു വേണ്ടി ഒരു മകൾ ചെയ്യുന്ന ശ്രാദ്ധ കർമ്മം പോലെ പവിത്രമായ ഒന്നാണത് എന്ന് ഈ പുസ്തകത്തെ പറ്റി പറയുന്നത് വേറെ ആരുമല്ല, മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയും പ്രിയ ഗുരുനാഥയും KV രാമനാഥൻ എന്ന സാഹിത്യകാരന്റെ സഹപാഠിയും ഒക്കെയായ ഡോക്ടർ M ലീലാവതി ടീച്ചറാണ്. ഒരേ ജന്മത്തിൽ 4 ജന്മം 4 യജ്ഞങ്ങൾ അനുഷ്ഠിച്ച ഒരു അത്ഭുത നരനായിരുന്നു രാമനാഥൻ മാഷ്. മകൻ, അച്ഛൻ, ഗുരു, കഥാകൃത്ത് എന്നിങ്ങനെ പല വേഷങ്ങൾ ഓരോ യജ്ഞത്തെയും അർത്ഥപൂർണമാക്കിയ അത്ഭുത നരൻ എന്ന് ടീച്ചർ വിലയിരുത്തിയിട്ടുണ്ട്. ക്ലബ് ഹൗസ് പുസ്തക ലോകത്തിൽ ഇന്ന് പ്രശസ്ത സാഹിത്യകാരനെ അവതരിപ്പിക്കുന്നത്, ഈ പുസ്തകത്തെ അവതരിപ്പിക്കുന്നത് ശ്രീ R ചന്ദ്രബോസ് ആണ്. ഡോക്ടർ R ചന്ദ്രബോസ് കൊല്ലം ജില്ലയിലെ പുനലൂർ സ്വദേശിയാണ്. മാതൃഭൂമി ദിനപത്രത്തിൽ ലേഖകനായും, കട്ടപ്പന ഗവൺമെന്റ് കോളേജ്, എറണാകുളം മഹാരാജാസ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായും പ്രവർത്തിച്ചു. ഇപ്പോൾ കേരള കേന്ദ്ര സർവകലാശാല മലയാള വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ. മിത്തും മലയാള കവിതയും, കവിതയുടെ സ്വരാജ്യം, ജീവിതത്തിന്റെയും മരണത്തിന്റെയും പുസ്തകം, വാക്കിന്റെ രൂപാന്തരങ്ങൾ എന്നീ പഠന ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വാക്കിന്റെ രൂപാന്തരങ്ങൾക്ക് പൊന്നാനി മഹാകവി ഇടശ്ശേരി സ്മാരക സമിതിയുടെ 2024 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചു. ശ്രീ R ചന്ദ്രബോസിനെ ഏറ്റവും ആദരവോടെ ഇന്ന് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ, സുവർണ മല്ലികയുടെ ചില്ലകൾ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്താൻ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി രേണു രാമനാഥ്, ഈ പുസ്തകത്തിന്റെ രചയിതാവ്, ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീമതി രേണുവിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ R ചന്ദ്രബോസിന്റെ അവതരണം കഴിഞ്ഞതിന് ശേഷം ശ്രീമതി രേണു രാമനാഥ് സംസാരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഈ ചടങ്ങിൽ മോഡറേറ്ററായിട്ട് ഇരിക്കേണ്ടിയിരുന്ന ശ്രീ D പ്രദീപ് കുമാർ, അദ്ദേഹം ഇന്ന് വളരെ ഒഴിവാക്കാനാവാത്ത ഒരു അത്യാവശ്യം മറ്റൊരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ സാന്നിധ്യം അറിയിക്കാൻ കഴിയാത്തത്. അദ്ദേഹം ആ പരിപാടിയിൽ നിന്ന് ഒഴിവാകുന്ന മുറയ്ക്ക് ഇതിൽ ജോയിൻ ചെയ്യാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ R
ചന്ദ്രബോസ്. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ? വളരെ ക്ലിയർ ആണ്, കേൾക്കാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഈ മീഡിയ റൂമിന്റെ പുസ്തക ലോകത്തിലേക്ക് എന്നെ പുസ്തക ചർച്ചയ്ക്കായി ക്ഷണിച്ചതിൽ ഇതിന്റെ സംഘാടകരോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം പങ്കുവയ്ക്കുന്നു. ഇതിന്റെ മോഡറേറ്റർ ആയിട്ടുള്ള കെ ഹേമലത, ഡി പ്രദീപ് കുമാർ, പ്രിയപ്പെട്ട എഴുത്തുകാരി രേണു രാമനാഥൻ, അതുപോലെ ഈ ക്ലബ് ഹൗസിന്റെ ശ്രോതാക്കൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പൊ ഈ പുസ്തകത്തെ കുറിച്ച് ആമുഖത്തിൽ വളരെ സംക്ഷിപ്തമായിട്ട് അതിന്റെ സത്ത ഉൾക്കൊണ്ട് മോഡറേറ്റർ സംസാരിച്ചു കഴിഞ്ഞു. ഞാനിതിനെ ഒന്ന് ഒരു ഓട്ടപ്രദക്ഷിണം പോലെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. അപ്പൊ എഴുത്തുകാരിയുടെ സാന്നിധ്യം ഇത് നമുക്ക് കൂടുതൽ ഒരു ചർച്ചയ്ക്കുള്ള അവസരം കൂടിയാണ്. എന്തായാലും അടുത്തിടെ മലയാളത്തിൽ പുറത്തിറങ്ങിയ ഒരുപാട് സവിശേഷതകളുള്ള ഒരു ഓർമ്മ പുസ്തകമാണ്, ഓർമ്മ എഴുത്ത് എന്നൊക്കെ പറയാവുന്ന ഒരു കൃതിയാണ് കെ വി രാമനാഥൻ കഥയും ജീവിതവും. അതിനൊരു ആകർഷകമായ ഒരു ശീർഷകം കൂടിയുണ്ട്, സുവർണ മല്ലികയുടെ ചില്ല. അതായത് ജീവചരിത്രത്തിന്റെയും അതുപോലെ ആത്മാഖ്യാനത്തിന്റെയും സാംസ്കാരിക ചരിത്രത്തിന്റെയും സ്വഭാവങ്ങൾ ഒരുപോലെ പ്രകടിപ്പിക്കുന്ന അസാധാരണമായ വശ്യതയുള്ള ഒരു ഓർമ്മ പുസ്തകം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. കെ വി രാമനാഥൻ എന്ന സ്വന്തം പിതാവിന്റെ കാലവും ജീവിതവും ഓർമ്മകളിലൂടെ പുനഃസൃഷ്ടിക്കുകയാണ് ഈ കൃതിയിൽ ചെയ്യുക. അപ്പൊ മലയാളികൾക്ക് ഏറെ സുപരിചിതനായ എഴുത്തുകാരനാണ് കെ വി രാമനാഥൻ. കെ വി രാമനാഥൻ മാഷ് എന്ന് ആണ് എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുക. കാരണം മലയാളത്തിലെ ബാലസാഹിത്യത്തിന്, പ്രത്യേകിച്ച് ബാലസാഹിത്യ രംഗത്തെ മുൻനിര എഴുത്തുകാരിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ അടയാളപ്പെടുത്തേണ്ടത്. നന്മയും സന്തോഷവും വെളിച്ചവും സൗന്ദര്യവും മാത്രം നിറഞ്ഞ കഥാലോകങ്ങൾ. രേണു തന്നെ തൻ്റെ അച്ഛൻ്റെ എഴുത്തുകളെ വിലയിരുത്തിക്കൊണ്ട് ഇതിൽ എഴുതിയ ഒരു വാചകം ഞാൻ കടമെടുത്ത് പറയുകയാണ്. നന്മയും സന്തോഷവും വെളിച്ചവും സൗന്ദര്യവും മാത്രം നിറഞ്ഞ കഥാലോകങ്ങൾ സംഭാവന ചെയ്ത തലമുറകളെ മാനവികതയുടെയും സൗന്ദര്യത്തിന്റെയും കരുണയുടെയും പാരസ്പര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാഠങ്ങൾ അഭ്യസിപ്പിച്ച ഒരു അസാധാരണ എഴുത്തുകാരിൽ ഒരാളായിരുന്നു കെ വി രാമനാഥൻ. 1932 ഓഗസ്റ്റ് 29 മണമ്മേൽ ശങ്കരമേനോന്റെയും കിഴക്കേവളപ്പിൽ കൊച്ചുകുട്ടിയമ്മയുടെയും മകനായി ജനിച്ച കെ വി രാമനാഥൻ ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂളിലെ അധ്യാപകൻ എന്ന നിലയിൽ പതിറ്റാണ്ടുകൾ ഒരു നാടിന്റെ സാംസ്കാരിക മനസ്സായി പ്രശോഭിച്ചു. നിരവധി ബാലസാഹിത്യ കൃതികൾ, അല്ലാത്ത രചനകളും ഉണ്ട്. അതിൽ അപ്പുകുട്ടനും ഗോപിയും, അത്ഭുത വാനരന്മാർ, കണ്ണീർ മുത്തുകൾ, അത്ഭുത നീരാളി, അത്ഭുത മനുഷ്യൻ തുടങ്ങിയ ബാലസാഹിത്യ രചനകൾ തലമുറകളെ ആകർഷിച്ചവയാണ്. ബാലസാഹിത്യം കൂടാതെ ചെറുകഥ, നോവൽ, വിവർത്തനം തുടങ്ങിയ മേഖലകളിലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഗണനീയമായിട്ടുണ്ട്. മലയാളത്തിലെ ബാലസാഹിത്യത്തിന്റെ വളർച്ചയെക്കുറിച്ചുള്ള ഒരു ഗവേഷണ പുസ്തകവും ഈ ഗവേഷകർക്കൊരു അമൂല്യ നിധിയായിട്ടാണ്. ബാലസാഹിത്യത്തിൽ പല സർവകലാശാലയിലും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു വൈജ്ഞാനിക ഗ്രന്ഥമാണ് മലയാളത്തിലെ ബാലസാഹിത്യത്തെക്കുറിച്ച്, അതിന്റെ വളർച്ചയെക്കുറിച്ച് കെ വി രാമനാഥൻ എഴുതിയിട്ടുള്ള ഗ്രന്ഥം. ഇങ്ങനെ എഴുത്തുകാരൻ, അധ്യാപകൻ എന്നീ നിലകളിൽ മാത്രമല്ല ഒരു സാംസ്കാരിക പ്രവർത്തകനും അതുപോലെ പുരോഗമന ആശയങ്ങളുടെ ഒരു പതാകവാഹകൻ എന്ന നിലയിലൊക്കെ താൻ ജീവിച്ച കാലഘട്ടത്തിന് ഏറ്റവും അധികം വെളിച്ചം പകർന്ന വ്യക്തികളിൽ ഒരാളാണ് കെ വി രാമനാഥൻ. അപ്പൊ തൻ്റെ അച്ഛൻ തന്നോട് പറഞ്ഞ കഥകളെ അവലംബമാക്കി അച്ഛന്റെ കാലത്തെയും ജീവിതത്തെയും പുനഃസൃഷ്ടിക്കുന്ന ഈ ഓർമ്മക്കുറിപ്പുകൾക്ക് നിരവധി ഒരു പ്രത്യേകതകളും. അപ്പൊ എഴുത്തിന്റെ വിഷയവും എഴുത്താളും യഥാക്രമം അച്ഛനും മകളും ആണെന്നതാണ് അതിലെ ഒരു പ്രഥമ ദൃഷ്ട്യ നമുക്കുണ്ടാകുന്ന ഒരു കൗതുകം. അപ്പൊ ഈ എഴുത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
അതിൽ വെറും ഒരു അച്ഛൻ മകൾ എന്ന ഒരു വൈകാരിക ബന്ധ ബന്ധത്തെക്കാൾ ഉപരി ഒരു വൈകാരികതയുടെ അതിപ്രസരമില്ലാതെ അച്ഛന്റെ വ്യക്തിത്വത്തെയും ജീവിതകാലത്തെയും അച്ഛൻ തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ഓർമ്മകളിലൂടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഓർമ്മകൾ പറഞ്ഞ കഥകൾ ഇതൊക്കെയാണ് ഈ പുസ്തകത്തിന്റെ ഒരു റോ മെറ്റീരിയൽ, ഒരു അസംസ്കൃത വിഭവങ്ങളായി തീർന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ എഴുത്ത് ശൈലി വളരെ ആകർഷകമാണ്. ഒരു കൃത്യതയും സൂക്ഷ്മതയും നിറയുന്ന ഒരു സവിശേഷ രചനാ ശൈലിയാണ്. അപ്പൊ അത് ഒരു പത്രപ്രവർത്തക എന്ന നിലയിലുള്ള എഴുത്തുകാരിയുടെ എഴുത്തിന്റെ നൈപുണി, ഒരു സ്കില്ല്, അത് ഇതില് ഫലപ്രദമായിട്ട് അത് വായനക്കാർക്ക് ഏറ്റവും അതൊരു പാരായണക്ഷമത നൽകുന്ന ഒരു കാര്യമാണ്. ഒരു വാഗ്മിതയും സംക്ഷിപ്തതയും മുഖമുദ്രയായ ഒരു എഴുത്ത് രീതി. അപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ ഒരു ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ സ്റ്റഡീസ് എന്നൊരു പുസ്തകം ഒരു പേപ്പർ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുട്ടികൾക്ക് പല എഴുത്ത് രൂപങ്ങളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇതിലെ 1-2 അധ്യായങ്ങൾ അവർക്ക് ഇതിന്റെ ഒരു പഠന വിഷയമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് വളരെ സങ്കീർണമായ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് വളരെ ലളിതവും കോംപ്ലിക്കേഷൻ ഇല്ലാതെ അവതരിപ്പിക്കാൻ കഴിയുക, നല്ല ഭാഷ എങ്ങനെയാണ് വഴങ്ങി കിട്ടുക, പ്രയോഗിക്കുക എന്നുള്ളതിനൊരു മാതൃകയായിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പുസ്തകം വായിക്കേണ്ടി വന്നത്. അങ്ങനെ ഇത് ഒരു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അങ്ങനെ ഇപ്പൊ ഞാൻ ഇതിന്റെ എഴുത്ത് ശൈലി ഏറ്റവും വലിയ ഒരു അട്രാക്റ്റീവായിട്ട് കാണുന്നു. സമീപകാലത്തിൽ നമുക്ക് മാതൃകയായിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു മികച്ച ഗദ്യത്തിന്റെ ഒരു മോഡൽ ആയിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം. അപ്പൊ അങ്ങനെ അത്യന്തം പാരായണക്ഷമവും ഹൃദ്യവുമായ രീതിയിലാണ് ഇത് എഴുതിയിരിക്കുക. ഇതാണ് ഇതിന്റെ ഒരു സവിശേഷതയായിട്ട് നമ്മൾ കാണേണ്ടത്. അതുപോലെ വളരെ കാവ്യാത്മകത നിറയുന്ന ശീർഷകങ്ങളോടെ പ്രത്യക്ഷപ്പെടുന്ന 30ഓളം ചെറിയ അധ്യായങ്ങളായിട്ടാണ് ഈ ഓർമ്മക്കുറിപ്പുകൾ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോ ഓർമ്മകൾ കൊണ്ട് പിതാവിന്റെ കാലത്തെ പുനഃസൃഷ്ടിക്കുമ്പോൾ അത് വ്യക്തികളുടെ കഥയായിട്ട് ചുരുങ്ങി പോകുന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. മൺമറഞ്ഞുപോയ ഒരു കാലത്തെ, അവിടുത്തെ ഒരു ഭൂപ്രകൃതിയെ, ചരിത്രത്തെ, സംസ്കാരത്തെ നമുക്കൊരർത്ഥത്തിൽ അതിനെ സൂക്ഷ്മ ചരിത്ര രചന എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ഒരു നാടിന്റെ ചരിത്രം എഴുതുമ്പോൾ ചെറിയ ചെറിയ ഇടങ്ങൾ ഒരിക്കലും അടയാളപ്പെടാറില്ല, അത് തമസ്കരിക്കപ്പെടുകയാണ് ചെയ്യുക. സൂക്ഷ്മചരിത്ര രചന എന്ന് പറയുന്ന ചെറിയ ഇടങ്ങൾ പോലും, ഒരു ചെറിയ വ്യക്തികൾ പോലും, ഒരു നിർമ്മിതി പോലും ചരിത്രത്തിൽ ഒരു വലിയ പ്രതീകമായി നിലകൊള്ളുന്നു എന്നുള്ള ഒരു ആശയം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എഴുത്തിന്റെ ഒരു വല്ലാത്തൊരു ധന്യാത്മകത ഈ കൃതിക്ക് ഉണ്ട്. സമീപകാലത്തായിട്ട് മലയാളത്തിൽ എന്നല്ല എല്ലാ ഭാഷകളിലും നമുക്കറിയാം. അടുത്ത സമയത്ത് പിന്നെ നമ്മുടെ അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന പുസ്തകം, അത് നോൺ ഫിക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല അതൊരു വല്ലാത്തൊരു രചനയാണ്. അപ്പൊ ഇത് എന്നൊന്നിലും തുടങ്ങിയതല്ല. മലയാളത്തില് നല്ല എല്ലാ ലോക ഭാഷകളിലും ഏറ്റവും അധികം വിളിക്കപ്പെടുന്നതും ഏറ്റവും അധികം സ്വീകരിക്കപ്പെടുന്നതും ജീവിതം എഴുത്തെന്ന് പറയുന്ന സംഭവമാണ്. പഴയ പട്ടിലുള്ള ആത്മകഥ, ജീവചരിത്രം തുടങ്ങിയ പിന്നെ നമ്മൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിർവചിച്ചു വെച്ചിരിക്കുന്ന സാഹിത്യ രൂപങ്ങളുടെ സാമ്പ്രദായിക ഘടനകളെ ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് ഓർമ്മയെഴുത്ത് ഒരുപാട് വൈവിധ്യമാർന്ന തലങ്ങളിലേക്ക് വളരുന്നുണ്ട്. അത് ആധുനികോത്തരത തുറന്നു തന്ന ഒരു സാമൂഹിക ഭാവനയുടെ സൃഷ്ടിയാണ്. അപ്പോ അസാധ്യമായതിനെ, ശ്രദ്ധിക്കപ്പെടാതെ പോയതിനെ, തമസ്കരിക്കപ്പെട്ടതിനെ ആഖ്യാനങ്ങളിലൂടെ ഉയർപ്പിക്കുകയും മുഖ്യധാര വ്യവഹാരത്തിൽ കണ്ണുചേർക്കുകയും ചെയ്യുക എന്നത് ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ആകുന്നു. അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് ഈ കൃതിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൃതികൾക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം നമ്മൾ ഓർമ്മകളെ മായ്ച്ചു കളയുകയും അല്ലെങ്കിൽ തമസ്കരിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യുക എന്നുള്ളത് സമീപകാലത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രപരമായി ചരിത്രത്തെയും ഓർമ്മകളെയും തമസ്കരിക്കുകയോ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുകയോ ഒക്കെ ചെയ്യുക എന്നത് കാലവുണ്ട്. അത് ഏറ്റവും സവിശേഷമായി അത് വളരെ ഒരു ഭരണകൂടപരമായ ഒരു ഇടപെടലോടെ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയും അല്ലെങ്കിൽ സിലബസ് നിർമ്മാണത്തിലൂടെയും ഒക്കെ പലതിനെയും മായ്ച്ചു കളയുന്ന ഒരു പ്രക്രിയ
നടക്കുന്നു. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു അതിനെ തമസ്കരിക്കപ്പെട്ടതിനെ, മറ്റ് ഒരു വ്യവഹാരത്തിലും ഇടം കിട്ടാതെ പോകുന്നതിനെ, അതിപ്പോ നമ്മുടെ ഓർമ്മകളെ ആർക്കും മായ്ച്ചു കളയാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള എഴുത്തുകളിലൂടെയാണ് നമ്മൾ ഒരു കാലത്തിന്റെ യഥാർത്ഥ വസ്തുതയെ, ചരിത്രത്തെ, അതിന്റെ യഥാർത്ഥ ചിത്രത്തെ തലമുറകളിലേക്ക് കൈമാറുക, അല്ലെങ്കിൽ വർത്തമാനത്തിൽ അതൊരു ഒരു 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 പുത്തൻ ദിശാബോധമായിട്ട് നമുക്ക് കൊണ്ടുവയ്ക്കുവാൻ കഴിയുക. അപ്പൊ ആഗോളവൽക്കരണത്തിന്റെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന സമൂഹത്തിൽ ചെറിയ ചെറിയ ഇടങ്ങൾക്കും അതിൻ്റെതായ സ്വത്വമുണ്ട്, ചരിത്രമുണ്ട്, നന്മകളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, അവിടെയും ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നിലപാടുകളുണ്ട്, സാംസ്കാരിക ബോധ്യങ്ങളുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് ഒരു എഴുത്തിന്റെ ഒരു വലിയ രാഷ്ട്രീയ ബോധ്യം ഈ എഴുത്തിലുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ അതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇത് ഇരിങ്ങാലക്കുട, അതാണ് ഈ ദേശചരിത്രം, അതാണ് ഇതിനകത്തെ ഒരു മുഖ്യ വിഷയമായിട്ട് വരുന്നത്. ഇരിങ്ങാലക്കുട എന്ന ദേശത്തിന്റെ സാമൂഹ്യ പരിവർത്തനങ്ങളുടെ ചരിത്രം കൂടിയായിട്ട് ഇത് മാറുന്നു. അങ്ങനെ ഒരർത്ഥത്തിൽ ഇതൊരു സാംസ്കാരിക രേഖ എന്ന നിലയിലും പ്രധാനമാകുന്നു. അപ്പോ പിന്നെ വീണ്ടും നമ്മൾ KV രാമനാഥൻ എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരനിലേക്ക് വന്നു കഴിഞ്ഞാല്, അപ്പോ ഇവരൊക്കെ അടയാളപ്പെടുത്തിയ ഒരുപാട് സാംസ്കാരികമായ ഒരു ധാരകൾ ഉണ്ട്. നമ്മൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. നമ്മൾ സാധാരണ ഒരു സമൂഹത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ ഏകദേശം നമുക്ക് ലിസ്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. കുറച്ചാളുകൾ മാത്രമേ ദൃശ്യതയിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അദൃശ്യതയിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്, ഒരു ആഖ്യാനത്തിലും വരാത്ത. അപ്പൊ അത്തരത്തില് ഈ നവോത്ഥാന മുന്നേറ്റങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ആദർശ മാനവികതയെ സഫലമാക്കുന്നതിൽ തങ്ങളുടെ കർമ്മ മേഖലകളെ ഫലപ്രദമായി വിനിയോഗിച്ച ഒരു ജനറേഷൻ ഉണ്ട് നവോത്ഥാന അനന്തര കേരളത്തിൽ. കേരള പിറവിക്കൊക്കെ ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യുവാക്കൾ, ഇന്നത്തെ നമ്മുടെ ജെൻസി പോലെ അന്നത്തെ ജെൻസി എന്ന് പറയുന്നത്. അപ്പോ പ്രത്യേകിച്ച് അവര് മുൻ തലമുറ സൃഷ്ടിച്ച നവോത്ഥാന ആശയങ്ങൾ ഒക്കെ ഒരു രാഷ്ട്ര നിർമ്മിതിയിലൂടെ സ്ഥാപനവൽക്കരിക്കപ്പെട്ടു. പുതിയ പുതിയ സ്ഥാപനങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ വന്നു, സ്കൂളുകൾ വന്നു, കോളേജുകൾ വന്നു, അങ്ങനെ പല പല എസ്റ്റാബ്ലിഷ്മെന്റുകളിലൂടെ. അപ്പൊ അതിൽ പ്രവർത്തിച്ച ഒരു വലിയ ജനറേഷൻ ഉണ്ട്. അവരാണ് അതിന്റെ ഏറ്റവും വലിയൊരു ആദർശശാലികളായ കുറെ ആളുകളുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു ജനറേഷൻ, നമ്മൾ ഇന്നത്തെ ഒരു തലമുറകളുടെ വിഭജന ക്രമത്തെ ഉപയോഗിച്ച് പറഞ്ഞാൽ നിശബ്ദ തലമുറ, അപ്പൊ ഒരു വലിയ ഗ്രേറ്റ് ജനറേഷന് ശേഷം വന്ന ഒരു തലമുറയാണ് 30കൾക്ക് ശേഷം ജനിച്ച ആളുകൾ. അവർ അവരുടെ ലൈവ് ആവുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു സാമൂഹിക ജീവിതം വളരെ ദൃശ്യതയിലേക്ക് വരുന്നത് 50കൾക്ക് ശേഷമാണ്. അപ്പൊ ആ ഒരു തലമുറയെ 50കൾ മുതൽ ഒരു 60-70 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യുവാക്കൾ. അപ്പൊ അവരെ നമ്മൾ നിശബ്ദ തലമുറ എന്നാണ് പറയുക. അപ്പൊ KV രാമനാഥൻ എന്ന എഴുത്തുകാരനൊക്കെ ആ കാലഘട്ടത്തിലെ നിശബ്ദ തലമുറയുടെ പ്രതിനിധിയാണ്. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഏറെക്കുറെ നിശബ്ദമായി ഒരു പ്രത്യേക ഇടത്തിന്റെ സാംസ്കാരിക പരിസരത്തില് നിറഞ്ഞു നിന്നിട്ട് ഏറ്റവും ദുർബലരെയും സാധാരണക്കാരെയും കുട്ടികളെയും യുവാക്കളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. അത് രേണു രാമനാഥ് ഈ പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിൽ വിവരിക്കുന്നു. സ്കൂളിൽ നടക്കുന്ന നാടകങ്ങളായിക്കൊള്ളട്ടെ, എഴുതുന്ന പാട്ടുകളായിക്കൊള്ളട്ടെ, യുവജനോത്സവത്തിന് ഈ കലാപ്രതിഭകളെ കണ്ടെത്തുന്നതായിക്കൊള്ളട്ടെ, അതിലെല്ലാം ഒരു ഇടപെടലുണ്ട്. ആ അങ്ങനെ ഇടപെടാൻ ഉള്ള ഒരു ശേഷി, അല്ലെങ്കിൽ അതിനുള്ള ഒരു കലാബോധം, കണ്ടെത്തേണ്ടതിനെ കണ്ടെത്താനുള്ള ഒരു കണ്ണ് അങ്ങനെ അവർക്കില്ലായിരുന്നെങ്കിൽ പലരും തെളിച്ചത്തിലേക്ക് വരുമായിരുന്നു. ഈ ജയചന്ദ്രൻ എന്ന പാട്ടുകാരനെ കണ്ടെത്തുന്നതിനെ കുറിച്ചൊക്കെ ഇതിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ വരുന്ന ആളാണ് KV രാമനാഥൻ എന്ന് ഞാൻ പറയും. അപ്പോ അങ്ങനെ സാംസ്കാരിക ചരിത്രത്തിൽ വേണ്ട വിധം അടയാളപ്പെടുത്തപ്പെടാതെ പോയ ആളുകളുണ്ട്. അപ്പൊ അത്തരം ഒരു കുറവ് പരിഹരിക്കുന്ന ഒരു പുസ്തകം കൂടിയായിട്ട് ഇതിനെ വിശേഷിപ്പിക്കാം എന്ന് തോന്നുന്നു.
അപ്പൊ എല്ലാം കൊണ്ടും മറവിയിലാണ്ടുപോയ ഒരു കാലം സുവർണ മല്ലികയുടെ ചില്ല വീശി എത്തുന്നു എന്നതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത. ഒരേ സമയം ഇത് ആത്മനിഷ്ഠവും വസ്തുനിഷ്ഠവുമായ ഒരു രചനയാണ്. അതായത് പിന്നെ രണ്ട് ശീർഷകത്തിലാണ് ഇത് നമ്മുടെ മുന്നിലേക്ക് വരിക. പിന്നെ ഇതിലെ സുവർണ മല്ലികയുടെ ചില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് കെ വി രാമനാഥന്റെ സർഗാത്മക ജീവിതം. ഈ ബാലസാഹിത്യം എഴുതുക എന്നൊക്കെ പറയുന്നത് അസാധാരണമായ ഭാവന ശേഷികൾ, എല്ലാറ്റിനെയും മാനവീകരിച്ച് കാണുവാനുള്ള ഒരു വല്ലാത്ത ഒരു ഭാവനാ ലോകം. അതൊരു കാൽപ്പനിക കവിയെ പോലും വെല്ലുന്ന ഒരു ഭാവന ലോകമാണ്. കുട്ടികൾക്ക് വേണ്ടി എഴുതുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായ കാര്യമാണ്. അത്തരത്തിൽ വളരെ ഉദാരമായ ഒരു ഭാവന ലോകത്തിന്റെ ഉടമയായിരുന്നു കെ വി രാമനാഥൻ. രാമനാഥൻ എഴുതിയ കഥയിലെ ഒരു കൽപ്പനയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇതിലെ സുവർണ മല്ലികയുടെ ചില്ല എന്ന ശീർഷകം ഇതിനകത്ത് വരുന്നത്. ഇതിൽ തന്നെ പറയുന്നുണ്ട്, എഴുത്തുകാരി പറയുന്നുണ്ട്, കുഞ്ഞിക്കിളി കൂടുവച്ചു എന്ന പേരുള്ള അച്ഛന്റെ കഥയിലെ ഒരു കൽപ്പന എന്നുള്ളത്. ചെറിയ കുട്ടിയായിരുന്നപ്പോ അച്ഛന്റെ പുസ്തകം, ഈ സമ്മാനപ്പെട്ടി എന്ന പേരില് NBS ആദ്യകാലത്ത് ഇറക്കിയ പുസ്തകത്തിൽ വന്ന കഥകളുടെ കൂട്ടത്തിലൊരു കഥയാണ്. അതിൽ നിന്നാണ് സുവർണ മല്ലികയുടെ ചില്ല എന്ന ശീർഷകം. അച്ഛന്റെ എഴുത്തിന്റെ ആ ഭാവനാ ലോകത്തെ അടയാളപ്പെടുത്തുന്ന, തന്റെ മാത്രമല്ല ഒരു നിരവധി തലമുറകളിലെ ബാലമനസ്സുകളെ ഭാവനാ ലോകത്തിൽ ആറാടിച്ച ആ തുല്യനായ എഴുത്തുകാരന്റെ സർഗാത്മക മനസ്സിനെ കാൽപ്പനികമായി ചിത്രണം ചെയ്യുന്ന ഒരു ശീർഷകമാണ് സുവർണ മല്ലികയുടെ ചില്ല. അതോടൊപ്പം ഈ പുസ്തകത്തിന് കെ വി രാമനാഥൻ കഥയും ജീവിതവും എന്ന ഒരു ശീർഷകവും കൊടുത്തിട്ടുണ്ട്. അത് കാലസ്പർശിയും വസ്തുനിഷ്ഠവുമാണ് ഈ ഓർമ്മാഖ്യാനം എന്ന സൂചനയും നൽകും. നീ അതിന്റെ ഉള്ളടക്കത്തിലേക്ക് പോയാൽ, ഞാൻ അധികം ദീർഘിച്ചു പോകുന്നുവെങ്കിൽ പറഞ്ഞാൽ മതി, എപ്പോ നിർത്തണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഈ പുസ്തകത്തിലെ ആദ്യത്തെ 8 അധ്യായങ്ങൾ വ്യക്തി, കാലം, സമൂഹം, സംസ്കാരം, ചരിത്രം എന്നിവയെ അതീവ ഹൃദ്യവും ചേതോഹരവുമായി ചിത്രണം ചെയ്യുന്നതാണ്. ഇതിലെ അച്ഛൻ പറഞ്ഞ കഥ എന്ന ആദ്യം അധ്യായം, അതാണ് ഈ പുസ്തകത്തിലേക്കുള്ള ഒരു പ്രവേശനം. അതിനകത്തൊരു വലിയ കാര്യമുണ്ട്. വ്യക്തിപരമായതെല്ലാം രാഷ്ട്രീയമാണെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ. അപ്പൊ ആ ഉത്തരാധുനികമായ ഒരു ആശയത്തിന്റെ ഒരു സാധൂകരണമായി അനുഭവപ്പെടും ഈ ഒന്നാമത്തെ അധ്യായം. അപ്പൊ കഥകൾ കുട്ടികളുടെ ഭാവന ലോകത്തെയും ലോകബോധത്തെയും ദൃഢീകരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപാധി ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിൽ പ്രവർത്തിച്ച ആളാണ് കെ വി രാമനാഥൻ മാഷ്. അപ്പോ കേവലം അത് കഥ പറയുക എന്ന് പറയുന്നത്, കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥകൾ എഴുതുമ്പോഴും കുട്ടികളോട് കഥ പറയുമ്പോഴും കേവലം ഭാവനാലോകങ്ങൾ മാത്രമായിരിക്കരുത് കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെടുന്ന, പറയപ്പെടുന്ന കഥകൾ. അതൊരു നാടിന്റെ രൂപപ്പെടലിന്റെയും അതുപോലെ അസമത്വങ്ങൾക്കും അനീതികൾക്കും എതിരായി ഉണ്ടായ മുന്നേറ്റങ്ങളുടെയും കഥകളും അതിൽ ഉണ്ടായിരിക്കണം എന്ന ദൃഢബോധ്യമുള്ള ഒരു കഥാകാരനായിരുന്നു കെ വി രാമനാഥൻ എന്ന്. ഈ കഥ പറച്ചിൽ എന്ന് പറയുന്ന ക്രിയയെ എങ്ങനെയാണ് അദ്ദേഹം തന്റെ മക്കളോട് കഥ പറയുന്നതിന്റെ കാര്യമാണ്, അല്ലെങ്കിൽ അച്ഛനെ ഓർക്കുമ്പോൾ അച്ഛൻ ഒരു വലിയ കഥ പറച്ചിലുകാരനായിരുന്നു. അങ്ങനെ ഈ കഥ പറച്ചിൽ എന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയമായ ഒരു പ്രവർത്തനമാണ് എന്ന് ഈ അച്ഛൻ ബോധ്യപ്പെടുത്തി എന്നാണ് ഈ അധ്യായത്തിന്റെ ഇത് വായിച്ചു തീരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക. കുട്ടിക്കാലത്ത് അച്ഛൻ ചെറിയ കുട്ടികളായിരിക്കുന്ന 2 പെൺമക്കളാണ് കെ വി രാമനാഥന്. ആ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്തതിന്റെ ഓർമ്മകളാണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. രേണുവും 6 വയസ്സിന് ഇളയതായ ഇന്ദുകലയും. അപ്പോ ആ അച്ഛൻ തങ്ങൾക്ക് കഥ പറഞ്ഞു തന്നതിനെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുന്ന സന്ദർഭത്തിൽ കഥ പറച്ചിൽ ഒരു നിരന്തര പ്രവർത്തനമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് രേണു അതിനെ കുറിച്ച് എഴുതുക. അച്ഛൻ എന്നാൽ കഥ എന്നായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം. ഇടതടവില്ലാതെ അച്ഛൻ കഥ പറഞ്ഞുകൊണ്ടിരുന്നു. മാമുണ്ണാൻ കഥ, ഉറങ്ങാൻ കഥ, കരച്ചിൽ മാറ്റാൻ കഥ, ഇതൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ കഥ, കൂടെ പാട്ടുകളും. അപ്പോ
ഇവിടെ നമ്മൾ KV രാമനാഥന്റെ അപൂർവമായ ഒരു വ്യക്തിത്വത്തിന്റെ ഇതൾ വിരിയുകയാണ്. ബാലമനസ്സുകളെ കീഴടക്കിയ കഥ പറച്ചിലുകാരനായി മാറിയതിന്റെ ഗാർഹിക പരിശീലന കളരി കൂടിയായിരുന്നു തന്റെ പെൺമക്കളോടുള്ള ഈ അച്ഛന്റെ കഥ പറച്ചിലെന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും. കേട്ടു വളർന്ന പെൺകുട്ടികൾ. ഇതൊരു വലിയൊരു കഥാവിദ്യാഭ്യാസത്തിന്റെ, അതായത് ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം ആയിട്ട് നമുക്കിത് തോന്നും. ഈ കഥ കേട്ട് വളർന്ന പെൺകുട്ടികൾ നല്ല ശ്രോതാക്കളായി, ഭാവനാശാലികളായി, എഴുത്തുകാരികളായി, ഇപ്പൊ എല്ലാം കൊണ്ടും സഫലമായി തീർന്ന ഒരു കഥ പറച്ചിൽ. കഥ എങ്ങനെയാണ് കുട്ടികളിൽ പ്രവർത്തിക്കുക, കഥ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുക എന്നിങ്ങനെ കഥാവിദ്യാഭ്യാസത്തിന്റെ ഒരു ഗാർഹിക രംഗമായിട്ട് ഈ പുസ്തകത്തിലെ അച്ഛൻ പറഞ്ഞ കഥകൾ എന്ന 1-ാം അധ്യായത്തിലെ അദ്ദേഹത്തിനെ കാണാൻ പറ്റും. ഈ KV രാമനാഥനെ സംബന്ധിച്ച് കഥയും കവിതയും പാട്ടുമില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും ആവില്ലായിരുന്നു എന്നാണ് എഴുത്തുകാരി പറയുന്നത്. അതുകൊണ്ട് തന്നെ കഥയും കവിതയും പാട്ടും നിറഞ്ഞ ജീവിതത്തിലാണ് അച്ഛൻ തങ്ങളെ വളർത്തിയതെന്നും രേണു ഓർക്കുന്നു. അതിവിപുലമായിരുന്നു പാട്ടിന്റെയും കഥകളുടെയും പരിചയപ്പെടുത്തലെന്നും പറയുന്നുണ്ട്. നാടൻ പാട്ടുകൾ മുതൽ ചലച്ചിത്ര ഗാനങ്ങൾ വരെ. അപ്പൊ കഥ പറയുമ്പോഴാകട്ടെ വിശ്വസാഹിത്യത്തിലെ വിസ്തൃത രചനകളുടെ ഉള്ളടക്കങ്ങൾ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പൊ പിന്നീട് വിശ്വസാഹിത്യത്തിലെ വിഖ്യാത രചനകൾ തർജ്ജമകളിലൂടെ വായനക്കാർക്ക്, അല്ലെങ്കിൽ കുട്ടികളായ വായനക്കാർക്ക് വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ടായി. അജ്ഞാത ലോകവും അദൃശ്യ മനുഷ്യനും ഒക്കെ അവയിൽ ചിലതാണ്. ഇങ്ങനെ സാഹിത്യകൃതികളിലെ ഭാവനാ ലോകങ്ങൾ മാത്രമല്ല അച്ഛൻ പറഞ്ഞ കഥകളിൽ ഉണ്ടായിരുന്നതെന്ന് രേണു സൂചിപ്പിക്കുന്നുണ്ട്. അച്ഛൻ ജീവിച്ച നാടിന്റെയും കാലഘട്ടത്തിന്റെയും കഥകൾ ഓർമ്മകളായി തങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഇവയാണ് കൂടുതൽ ഈ എഴുത്തുകാരി ഊന്നൽ നൽകുന്നത്. അവയെ പിൻപറ്റിക്കൊണ്ടാണ് അച്ഛന്റെ ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തെയും, അതുപോലെ ഇരിങ്ങാലക്കുടയുടെ ഈ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലും ഉണ്ടായ കേരളത്തിന്റെയും, ഇരിങ്ങാലക്കുടയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരികവും സാമൂഹികമായ അവസ്ഥകളെ കഥ ഈ പുസ്തകത്തിൽ ആഖ്യാനം ചെയ്യുന്നത് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള നാടിന്റെ ചരിത്രവും അനുഭവങ്ങളും മുൻനിർത്തി ആണ്. അപ്പൊ അതിൽ ചില വളരെ സിംബോളിക് ആയിട്ടുള്ള ചില അധ്യായങ്ങളുണ്ട്. പായൽ പടർന്ന മതിൽക്കെട്ടുകൾ, കെട്ടിയിട്ട കൊടുങ്കാറ്റ് പോലൊരു സ്ത്രീ, മഠമല്ലാത്ത പള്ളിയിൽ മഠം, പാടവരമ്പത്തെ കാറ്റ്, അരിപ്പച്ചട്ടി ഇരിപ്പച്ചട്ടി, പെൺപള്ളിക്കൂടങ്ങൾ. ഇപ്പൊ ഇതൊരു നമുക്ക് വേണമെങ്കിൽ ഇത് ഈ പുസ്തകത്തിൽ അടർത്തി മാറ്റിയാൽ അതൊരു ചെറുകഥ പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ഈ അധ്യായങ്ങളിൽ ആണ് നാടിന്റെ ഒരു ചരിത്രം, സാംസ്കാരിക ചരിത്രം, ഇരിങ്ങാലക്കുടയുടെ സാമൂഹികവും സാംസ്കാരികവുമായ സ്വത്വം, അതിന്റെ പരിണാമം, അതുപോലെ KV രാമനാഥന്റെ കുട്ടിക്കാലം, ഇതൊക്കെ ഇതിൽ ആഖ്യാനം ചെയ്യുന്നുണ്ട്. അതെല്ലാം വളരെ സംക്ഷിപ്തമായിട്ടും ഒരു വളരെ സൂക്ഷ്മമായിട്ടുമാണ് ഇത് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ ഒരു അധ്യായം വേണമെങ്കിൽ നമുക്ക് അതൊരു പുസ്തകമായിട്ട് എഴുതിയാലും തരക്കേടില്ലാത്ത രീതിയിലുള്ള സംഭവങ്ങൾ അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അപ്പോ KV രാമനാഥൻ ജനിച്ചതും വളർന്നതും ജീവിതത്തിന്റെ കർമ്മരംഗമാക്കിയതും ഇരിങ്ങാലക്കുടയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത. നാടിനോട് ഏറ്റവും അധികം ഇഴുകിച്ചേർന്ന് ജീവിച്ച ഒരു മനുഷ്യനാണ്. നാട് അദ്ദേഹത്തിന്റെ ഒരു മറു ജീവൻ തന്നെ ആയിരുന്നു. വളരെ അപൂർവമായിട്ട് മാത്രമേ അദ്ദേഹം നാട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ളൂ എന്നൊക്കെ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. 1-2 മാസം ഡൽഹിയിൽ യാത്ര പോയതും, പിന്നെ അതുപോലെ രേണുവിന്റെ ചികിത്സയ്ക്കായിട്ട് ബാംഗ്ലൂരിൽ പോയി 1 വർഷം താമസിച്ചു. ഇങ്ങനെ വളരെ അപൂർവമായ ഒരു മാറി നിൽക്കൽ ഒഴിച്ചാൽ ബാക്കി ഭൂരിഭാഗം സമയവും, അല്ലെങ്കിൽ അത് ആ നാടിന്റെ ശ്വാസമായി പ്രവർത്തിച്ച ഒരു ആളാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളെ നമുക്ക് ഒരു മിത്തായിട്ടൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയൊന്നും നമുക്ക് ഇന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അപ്പോ അങ്ങനെ അതുപോലെ ഇരിങ്ങാലക്കുടയുടെ പൗരാണികതയെ ഇതിൽ ചിത്രീകരിക്കുന്നു. ഇരിങ്ങാലക്കുട അതായത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവം. അതായത് നമ്മളൊരു ഓരോ നാടിനും അതിൻ്റെതായ ജിയോഗ്രഫിക്കൽ
പിന്നെ എന്താണ് ഒരു ജിയോ സ്പോട്ട് എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ ആത്മാവിൽ പുരാതനത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു പട്ടണം മറ്റ വിശേഷണം അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ആ വിശേഷണത്തിൽ നിന്ന് തന്നെ ഈ നാടിന്റെ ഒരു മുഖക്കുറിയായിട്ട്, ഈ ഇരിങ്ങാലക്കുടയുടെ ഒരു മുഖക്കുറിയായിട്ട് മാറിയിരിക്കുന്നു. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. അപ്പൊ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കം അവകാശപ്പെടുന്ന കൂടൽ മാണിക്യ ക്ഷേത്രമാണ് ഈ സ്ഥലത്തിന്റെ പൗരാണികതയുടെ ഒരു സമൂർത്തമായ തെളിവ് എന്ന് നമുക്ക് അറിയാം. അതിന്റെ ഒരു വിശദ ചിത്രം ഇതിനകത്ത് ഉണ്ട്. ഇത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, അതായത് വളരെ സംഭവബഹുലമായിരുന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും നവോത്ഥാന മുന്നേറ്റങ്ങളും സ്വാതന്ത്ര്യ സമരവും ഒക്കെ നടക്കുന്ന കാലഘട്ടത്തില് വളരെ സവർണമായ ഒരു സെറ്റപ്പിൽ ജീവിച്ചിരുന്ന ഒരു നാടിനുണ്ടായ ഇളക്കം ഇതിനകത്ത് രേണു വളരെ വളരെ സൂക്ഷ്മമായിട്ട് എഴുതുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു അതിന്റെ ഒരു ഭൗതിക പ്രകൃതിയെ തൊട്ടുകൊണ്ടാണ് അത് എഴുതുന്നത്. അതാണ് അതിന്റെ ആ എഴുത്തിന്റെ മറ്റൊരു പ്രത്യേകത. മനുഷ്യരിലൂടെ എല്ലാ ഇടങ്ങളിലൂടെ അവിടുത്തെ ഒരു മതിലൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. മതിലു അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു ആൽമരം, ഒരു പിന്നെ ഊട്ടുപുര, അല്ലെങ്കിൽ പിന്നെ ക്ഷേത്രം, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു വാസ്തു ശില്പങ്ങളും അല്ല വാസ്തു നിർമ്മിതികളും അതുപോലെ ജൈവ പ്രകൃതി ദൃശ്യങ്ങളും മനുഷ്യ നിർമ്മിതികളും ഇതൊക്കെ വെച്ചിട്ടാണ് ഈ നാടിന്റെ ഒരു ചരിത്രത്തെ, സാംസ്കാരിക സ്വത്വത്തെ പറയുന്നത്. അപ്പൊ ഇത് പറയുന്നതിലൂടെ ഒരുപാട് കാര്യം സാധിക്കുന്നുണ്ട്. ഈ ഇരിങ്ങാലക്കുടയുടെ ഒരു സവർണ ഹൈന്ദവ മുഖം എന്ന് പറയുന്നത്. അതേസമയം അതിൽ മറ്റൊരു ഡയമെൻഷൻ കൂടിയുണ്ട്. അതിനകത്തൊരു മതമൈത്രിയുടെ, ഇങ്ങനെ എല്ലാം കൂടി ഇടകലർന്നു വരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ അമ്പലത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത് പറയുക. അമ്പലത്തിന്റെയും പള്ളിയുടെയും അതിർത്തികളെ നിജപ്പെടുത്തുന്ന ഒരു ഇടം, ഒരു ടാണ ജംഗ്ഷനിലെ ആൽമരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അമ്പലത്തിലെ ഉത്സവത്തിന്റെ പള്ളിവേട്ട നടക്കുന്നത് ഈ ആൽത്തറയ്ക്കലാണ്. പള്ളിപ്പെരുന്നാളിന് അമ്പെഴുന്നള്ളത്ത് കിഴക്ക് നിന്ന് തിരിച്ചു പോകുന്നത് ഈ ആൽത്തറയ്ക്കൽ നിന്നാണ്. അതാണ് അതിര്. ഇങ്ങനെ ആൽമരം അതിരടയാളപ്പെടുത്തുന്ന ഹിന്ദു ക്രിസ്ത്യൻ മതമൈത്രിയുടെ പട്ടണത്തിലാണ് പിന്നെ KV രാമനാഥൻ ജനിച്ചത്. ഇങ്ങനെ ആ ഒരു ചരിത്ര പുരുഷന്റെ ഒരു ജന്മം ഈ സ്ഥലത്തേക്കാണ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ജനന വർഷം അല്ലെങ്കിൽ 1930-കളിലാണ് അദ്ദേഹത്തിന്റെ പിന്നെ കുട്ടിക്കാലം. അപ്പൊ സാമൂഹ്യ മാറ്റത്തിന്റെ അലകൾ നാട്ടിൽ ഉയർന്നു തുടങ്ങിയ കാലമായിരുന്ന 30-കളാണ് അദ്ദേഹം ബാല്യം കഴിച്ചു കൂട്ടിയത്. പ്രക്ഷോഭങ്ങളും മാറ്റത്തിനായുള്ള മുറവിളികളും സമൂഹമെങ്ങും അരങ്ങേറുമ്പോഴും ഇരിങ്ങാലക്കുട പിന്നെ കൂടൽമാണിക്യ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ജീവിതം വലിയ മാറ്റമില്ലാതെ തുടർന്നിരുന്നുവെന്ന് അച്ഛന്റെ കുട്ടിക്കാല ഓർമ്മകളെ പിന്തുടർന്നുകൊണ്ട് രേണു ഇതിൽ വിവരിക്കുന്നുണ്ട്. അത് കാരണം അയിത്തവും തീണ്ടലും ഒക്കെ കടുകട്ടിയായി പാലിച്ചു പോന്നിരുന്ന ഒരു പരിസരമായിരുന്നു ക്ഷേത്രം. അവിടെ താമസിച്ചിരുന്നവര് സവർണ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമായിരുന്നു. അയിത്ത ജാതിക്കാർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് വരെ അവിടെ കൂടൽമാണിക്യ ക്ഷേത്രത്തിന് സമീപമുള്ള വഴികളിൽ നാട്ടിയിരുന്നതായിട്ട് രാമനാഥൻ മാഷ് പറഞ്ഞതായി ഇങ്ങനെ രേണു ഇതിൽ എഴുതുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ മെമ്മറിയാണ് ഇതിലേക്ക് കൊണ്ടുവരിക. അപ്പൊ രാജഭരണ കാലമായിരുന്നു അത്. അതുപോലെ അതിലെ രേണുവിന്റെയും ഓർമ്മകളിലൂടെ പറയുന്നത് മതിൽക്കെട്ട് എന്ന് പറയുന്ന ഒരു ബിംബം ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. മതിൽക്കെട്ടുകൾ ഇരിങ്ങാലക്കുടയുടെ ഒരു വാസ്തു സവിശേഷതയായിട്ട് ആയിരുന്നുവെന്ന് പറയുന്നുണ്ട്. കൂടൽമാണിക്യ ക്ഷേത്ര പരിസരത്തെ വീടുകള് കൂറ്റൻ വെട്ടുകൽ മതിലുകൾക്കുള്ളിൽ പതുങ്ങിയിരുന്നു എന്നാണ് പറയുക. കാലവർഷ പെയ്ത്തേറ്റ് മതിലുകളിൽ പച്ചപ്പായലിന്റെ വെൽവെറ്റ് പരവതാനികൾ വിരിഞ്ഞു. അതൊരു ഒരു 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 പോയറ്റിക് ഇമേജ് പോലെ നമുക്ക് അനുഭവപ്പെടും. വേനൽ ചൂടിൽ പച്ചപ്പാളികൾ ഉണങ്ങിക്കറുത്തു. വെയിലും മഴയുമേറ്റ് കറുപ്പും പച്ചയും മാറി മാറി അണിഞ്ഞ ചെങ്കൽ മതിലുകൾ ക്ഷേത്ര പരിസരത്തെ ആഢ്യത്വങ്ങളെയും തറവാടിത്തങ്ങളെയും ഭദ്രമായി സംരക്ഷിച്ചു. ഈ ആഢ്യത്വത്തിന്റെയും തറവാടിത്തത്തിന്റെയും ഒരു സംരക്ഷണ ഭിത്തിയായിട്ട് ഈ പടുകൂറ്റൻ മതിലുകളെ കാണുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നരേഷൻ. മതിലുകൾ എന്നൊക്കെ നമ്മൾ ജയിലിനെ കുറിച്ചൊക്കെ പറയും. പക്ഷെ
ഈ സ്വയം ഒരു ജയില് തീർത്ത ഒരു 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 സവർണ ആഢ്യത്വത്തിന്റെ ഒരു സ്ഥലം ആയിരുന്നു ഇരിങ്ങാലക്കുട എന്ന് ഈ ഓർമ്മകളെ പിന്തുടർന്നുകൊണ്ട് ഇതിൽ എഴുതുന്നു. പിന്നെ തന്നെ രാമനാഥന്റെ ആ ഒരു കുട്ടിക്കാലം ആണ് പിന്നീട് പറയുന്നത്. രണ്ട് ചേച്ചിമാരുടെ കുഞ്ഞനിയനായിട്ടാണ് കെ വി രാമനാഥൻ വളർന്നത്. അപ്പൊ സഹോദരിമാർ രണ്ടും പ്രായത്തിലേറെ മൂത്തവരായിരുന്നതിനാൽ കളിക്കൂട്ടുകാരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്നും. അപ്പോ ഇയർലി ബർത്ത് ആയിരുന്നത് കൊണ്ട് പിന്നെ ജനനം തൊട്ടേ അനാരോഗ്യവാനായി കണക്കാക്കപ്പെട്ടിരുന്നു. അങ്ങനെ കൂട്ടുകാരെ തേടിപ്പോയി കളികളിൽ ഏർപ്പെടുന്നതിനും വിലക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഏകാന്ത ബാല്യം എന്ന് തന്നെ പറയാവുന്ന ഒന്നായിരുന്നു കെ വി രാമനാഥൻ. അങ്ങനെ ഈ വീട്ടുപറമ്പിലും പുരയിടത്തോട് ചേർന്ന് കിടക്കുന്ന പാടത്തിന്റെ കരയിലും കൈത്തോടിന്റെ വരമ്പത്തും ഒക്കെ അലഞ്ഞു നടക്കലായിരുന്നു ബാല്യകാലത്തിലെ വിനോദം. അപ്പൊ ഈ അതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കെ വി രാമനാഥന്റെ പിന്നെ ഈ ബാലസാഹിത്യ ഭാവനകളുടെ ഒരു ഉറവിടം എന്ന് പറയുന്നത് ഏകാന്ത ബാല്യത്തിൽ നിന്നാണ്. ഏകാന്ത ബാല്യത്തെ അനുഭവങ്ങളെ പിന്നെ പിന്നെ വളമാക്കിക്കൊണ്ടാണ്, അതിനെ അസംസ്കൃത വസ്തുവാക്കിക്കൊണ്ടാണ് ഈ ചെറിയ കുട്ടികളുടെ ബാല്യങ്ങളെ അദ്ദേഹം ഭാവന കൊണ്ട് വർഷിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അതുപോലെ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒരു നരേഷൻ എന്ന് പറയുന്നത്, ആഖ്യാനം എന്ന് പറയുന്നത്, ഈ കെ വി രാമനാഥന്റെ അച്ഛനമ്മമാരെയും അവരുടെ മുൻ തലമുറയുടെയും വിവരണം ഒരർത്ഥത്തില് അന്നത്തെ ഒരു സാമൂഹ്യ ജീവിതവും അന്നത്തെ മനുഷ്യ മനസ്സിന്റെ ഒരു പ്രത്യേകതകളും അവരുടെ പൊട്ടിത്തെറിയും അവരുടെ ഒതുങ്ങിക്കൂടലും അവരുടെ സങ്കുചിത മനോഭാവങ്ങളും ഇങ്ങനെ മനുഷ്യനെ പഠിക്കുവാനുള്ള ഒരു 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 നമ്മളൊരു നോവലിലെ കഥാപാത്രങ്ങളെ പഠന വിധേയമാക്കുന്നത് പോലെ അങ്ങനെ വലിയൊരു റോൾ മോഡലായിട്ട് വരുന്ന കുറെ മാതൃകകൾ ഇതിനകത്തുണ്ട്. അതായത് ചരിത്ര പുരുഷന്മാരെന്ന് പറയാവുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉൾപ്പെടുന്ന അന്നത്തെ ചരിത്ര വ്യക്തികൾ എന്ന് പറയാവുന്ന. അപ്പോ അതില് പിന്നെ വ്യക്തി സവിശേഷതകളും അതുപോലെ അന്ന് അവർ നേരിട്ട സംഘർഷങ്ങളും അധികാര വ്യവസ്ഥയോട് ഈ ഗാർഹിക അധികാര വ്യവസ്ഥയും മരുമകത്തായും തറവാടിത്തം തുടങ്ങിയ ഒരു പുരുഷാധികാര വ്യവസ്ഥയോട് കലഹിച്ച സ്ത്രീകളും അതിന് ആൺകോയ്മ വ്യവസ്ഥയുടെ അധികാര വാഴ്ചക്കെതിരെ നടന്ന പെൺ പ്രതിരോധങ്ങളും അങ്ങനെ അതിനെക്കുറിച്ചുള്ള ചില നരേഷൻ ഈ എഴുത്തില് വരുന്നു. അതായത് ഒരു വലിയ ഒരു സാംസ്കാരിക രേഖയാക്കി മാറ്റുന്ന ഒരു ഘടകം അതാണ്. അതൊരു ഫിക്ഷൻ അല്ല, അല്ലേ, വസ്തുതയാണെന്നുള്ളതാണ് ഇതിനെ ഏറ്റവും അധികം ഇതിന് മൂല്യം നൽകും. ആ കാലഘട്ടത്തിലെ അത് വിവരിക്കുന്ന അധ്യായമാണ്, ഗംഭീരമായൊരു അധ്യായമാണ് കെട്ടിയിട്ട കൊടുങ്കാറ്റ് പോലെ ഒരു സ്ത്രീ എന്ന അധ്യായം. അപ്പൊ ആ കാലഘട്ടത്തിലെ ഒരു പെൺ പ്രതിരോധത്തിന്റെ ഒരു ജീവരേഖയായിട്ട് ഈ അധ്യായത്തെ കാണാം. അത് കെ വി രാമനാഥന്റെ അമ്മയെ കുറിച്ചാണ് അതിൽ പറയുന്നത്. കിഴക്കേ വളപ്പിൽ കൊച്ചുകുട്ടി അമ്മയാണ് ഇതിലെ വിവരിക്കുന്ന ചരിത്ര വ്യക്തിത്വം. അപ്പോ എഴുത്തുകാരി അല്ലെങ്കിൽ രേണു രാമനാഥ് ഈ അച്ചമ്മയെ നേരിട്ട് കണ്ടിട്ടില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ മാത്രമാണ് കണ്ടിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പൊ അച്ഛന്റെ ജീവിതത്തിന്റെ ഒരു വലിയ വഴിത്തിരിവായിട്ട് തീർന്നത് ഈ അമ്മയാണ് എന്ന് പറയുന്നുണ്ട്. അച്ഛന്റെ വിവരണങ്ങളിൽ നിന്നാണ് ഈ പിന്നെ കൊച്ചുകുട്ടി അമ്മയുടെ അല്ലെങ്കിൽ രേണുവിന്റെ അച്ചമ്മയുടെ അസാധാരണ വ്യക്തിത്വത്തെ കുറിച്ച് ഇതിൽ വിവരിക്കുന്നത്. അപ്പോ അസാധാരണ തന്റെടിയും താൻപോരിമയുള്ള ഒരു സ്ത്രീയായിരുന്നു. ഉഗ്രപ്രതാപി എന്നാണ് അവരെ പിന്നെ കെ വി രാമനാഥൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ബുദ്ധിശക്തിയും കാര്യപ്രാപ്തിയും നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്ന സ്ത്രീ. അന്നത്തെ കാലത്തും എക്കാലത്തെ ഒരു നമ്മൾ ഈ മേരി റോയിയുടെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ ഒരു വലിയൊരു ഫെമിനിസ്റ്റ് ആണ്. നിഷേധിക്കേണ്ടതിനെ നിഷേധിക്കുകയും എതിർക്കേണ്ടതിനെ എതിർക്കുകയും കലഹിക്കേണ്ടതിനോട് കലഹിക്കുകയും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ. അന്നത്തെ കാലത്ത് മദ്രാശിയിൽ പോയി ട്രെയിനിങ് കഴിഞ്ഞ് അധ്യാപികയായി. മനസ്സിനിണങ്ങാത്ത ആദ്യ വിവാഹം പുല്ലുപോലെ വലിച്ചെറിഞ്ഞു. പിന്നീട്
പ്രണയിച്ച് വിവാഹം കഴിച്ചു. അങ്ങനെ ഒക്കെയുള്ള ഒരു അസാധാരണ സ്ത്രീയെ ഈ അധ്യായത്തിൽ പരിചയപ്പെടുന്നു. മനസ്സിനിണങ്ങാത്ത ആദ്യ വിവാഹത്തിന്റെയും അതിനുശേഷമുള്ള വിവാഹ ജീവിതത്തിന്റെയും കഥയാണ് ഇതിൽ പറയുക. ഇതൊരു നോവലായിട്ട് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഇപ്പോൾ ഫിക്ഷനെ പോലും അതിശയിക്കുന്നതാണ് ഈ അധ്യായം. കിഴക്കേ വളപ്പിൽ കൊച്ചുകുട്ടിയമ്മയുടെ ആദ്യ വിവാഹത്തിന്റെ നായകൻ അമ്മാവന്റെ മകനായിരുന്നു, മുറച്ചെറുക്കനാണ്. അന്നത്തെ സമ്പ്രദായം അനുസരിച്ചുള്ള വിവാഹമായിരുന്നു. പ്രായം കൊണ്ടും സ്വഭാവം കൊണ്ടും അനുരൂപനായിരുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ മാറുമറയ്ക്കലും ബ്ലൗസ് ഇടലുമൊക്കെ പ്രക്ഷോഭങ്ങൾ വഴിയും പരിഷ്കാരത്തിന്റെ ഭാഗമായും കേരള സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. അപ്പൊ പരിഷ്കാരിയും അത്യാവശ്യം റബലുമായിരുന്ന കൊച്ചുകുട്ടിയമ്മ ഒരു ദിവസം പിന്നെ ബ്ലൗസ് ഇട്ടിട്ട്, അന്നത്തെ ഫാഷനിലുള്ള ബ്ലൗസ് ഇട്ടിട്ട് ഉത്സവത്തിന്റെ ഭാഗമായി കാവടിയാട്ടം കാണാൻ അനുജത്തിമാരോടൊപ്പം വീടിന് മുന്നിലുള്ള വഴിയിൽ പോയി നിന്നുവെന്നും, അങ്ങനെ തലയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി കാതിൽ തോടയൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി പോയിരുന്നു. എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് ഭർത്താവ് കലിതുള്ളി നിൽക്കുന്നത് കണ്ടത്. അപ്പൊ ഇത് ഈ സംഭവം, ഈ മാറുമറയ്ക്കല്, ബ്ലൗസ് ഇടല് എന്നൊക്കെ പറയുന്ന സംഭവം അന്നത്തെ ചില ഈ ആത്മകഥകളിലും ആഖ്യാനങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ സി കേശവന്റെ ആത്മകഥയിൽ ഇങ്ങനെ ഒരു അധ്യായമുണ്ട്. സി കേശവന്റെ ഭാര്യ പിന്നെ പിന്നെ ഈ ബ്ലൗസ് ഇടുന്നത് കേശവന് അവര് മുറിയിൽ കയറി, അവരുടെ ബെഡ്റൂമിൽ കയറിയിട്ട് രാത്രിയിൽ രഹസ്യമായിട്ടായിരുന്നു ബ്ലൗസ് ഇടുന്നത് എന്ന് സി കേശവൻ തന്നെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. കാരണം ആ രീതിയിൽ ഉള്ള പേടിച്ചൊക്കെ ഇട്ടിരുന്ന കാലത്ത് ഇവിടെ വളരെ പരസ്യമായിട്ട് പിന്നെ അതാണ് തൻ്റെ ഇടത്തോടെ ബ്ലൗസ് ഇട്ട് നടക്കുകയും, അപ്പൊ അതിനുശേഷം ഒരു വലിയ ഇൻസിഡന്റ് ഉണ്ടായി. അതാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഭർത്താവ് കലിതുള്ളി നിൽക്കുന്നത് കാണുന്നത്. തേവിടിച്ചോളുടെ പോലെ ബ്ലൗസൊക്കെ ഇട്ട് ഒരുമ്പിട്ട് നടക്കുന്നുവെന്ന് ആക്ഷേപിച്ചുവെന്നും, അങ്ങനെ ഭർത്താവുമായി വാക്കേറ്റമായി. ക്രുദ്ധനായ അയാൾ ബ്ലൗസ് വലിച്ചു കീറി കൊടുങ്കാറ്റ് പോലെ വീട്ടിനകത്തേക്ക് പോയ കൊച്ചുകുട്ടിയമ്മ കീറിയ ബ്ലൗസ് അടുപ്പിലിട്ട് കത്തിച്ച ചാരം തൂത്തെടുത്തൊരു വാഴയില ചീന്തിൽ വെച്ചിട്ട് ഉമ്മറത്ത് കലിയടങ്ങാതെ ഉലാത്തുന്ന ഭർത്താവിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. ഇന്നത്തെ ഭസ്മം തൊടൽ എന്റെ ബ്ലൗസ് കത്തിച്ച ചാരം കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇത്രയും ഒന്നും പ്രതീക്ഷിക്കാതെ ഞെട്ടിത്തിരിച്ചു നിൽക്കുന്ന ഭർത്താവിനോട് ഇന്നത്തോടെ കഴിഞ്ഞു നമ്മൾ തമ്മിലുള്ള ബന്ധം, ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ആചാരമനുസരിച്ച് ഒരു പായും തലയണയും പുറത്തേക്ക് എറിഞ്ഞ് കഥ കടച്ചു എന്നാണ് കഥ. അപ്പൊ ഇതൊരു വലിയ നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഷേധം, ഇങ്ങനെ വളരെ വളരെ രൂക്ഷമായ ഒരു പ്രതിഷേധം നമ്മൾ ചരിത്രത്തിൽ വേറെയൊന്നും നമ്മൾ കേട്ടതായിട്ട് ഓർക്കുന്നില്ല. സി കേശവന്റെ ആത്മകഥയിൽ പോലും ഇത് വളരെ രഹസ്യമായിട്ട് ഒരു കള്ളക്കടത്ത് പോലെയാണ് ബ്ലൗസ് ഇടുന്നത് കാര്യമൊക്കെ അതിനകത്ത് വിവരിക്കുന്നത്. അപ്പൊ ഇത്തരം വളരെ പച്ചയായിട്ട് പ്രതിഷേധിച്ച ആ സ്പോട്ടിൽ തന്നെ ഭർത്താവിനെ ഉപേക്ഷിക്കുകയാണ്. താല്പര്യമില്ലാത്ത വിവാഹ ബന്ധങ്ങൾ ഒഴിയാനുള്ള സ്വാതന്ത്ര്യം അന്ന് നായർ സ്ത്രീകൾക്ക് സാങ്കേതികമായി ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രയോഗിക്കാനുള്ള ധൈര്യം കാണിച്ച അപൂർവ സംഭവമായിരുന്നു അതെന്നും ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അങ്ങനെ ഒരു വലിയ റിബൽ ആയിട്ട് ഈ കിഴക്കേ വീട്ടിൽ കൊച്ചു കുട്ടി അമ്മയെ ഇതിൽ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പൊ സ്വാതന്ത്ര്യത്തിനും സ്വത്തവകാശത്തിനും വേണ്ടി കാരണവന്മാരോട് യുദ്ധം ചെയ്യുകയും നേടിയെടുക്കുകയും ചെയ്ത കൊച്ചുകുട്ടിയമ്മ പിന്നീട് തനിക്ക് ഇഷ്ടമുള്ളയാളെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. അതാണ് രാമനാഥന്റെ അച്ഛൻ. അപ്പോ വെള്ളാങ്ങല്ലൂർ ഗ്രാമത്തിലെ മണമേൽ ശങ്കരമേനോൻ. പിന്നെ അതിനകത്ത് ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഇവര് ഒന്നിച്ച് കുടുംബജീവിതമൊക്കെ നയിച്ച് 2-3 കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് പിന്നെ വഴക്ക് കൂടി. ഇങ്ങനെ 10 വർഷത്തോളം ഇവര് ഈ ശങ്കരമേനോനും കൊച്ചുകുട്ടിയമ്മയും തമ്മിൽ പിണങ്ങി. പിന്നെ കയ്യാലപ്പുര എന്ന് പറയുന്ന അടുത്ത് 2 മുറി മാത്രമുള്ള സ്ഥലത്ത് താമസിച്ചു. അങ്ങനെ ഒരു സംഭവം വിവരിക്കും. അപ്പൊ അതിനെ അതിന് എന്താണ് അതിന്റെ റീസൺ എന്നൊന്നും ഇതിനകത്ത് പറയുന്നില്ല. അപ്പൊ ഇത്രത്തോളം റിബലായിട്ട് പിന്നെ പ്രതിഷേധിച്ച, അല്ലെങ്കിൽ ആദ്യ വിവാഹം തന്നെ ഒറ്റ ക്ഷണം കൊണ്ട് ഉപേക്ഷിച്ച, സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാകുന്ന എന്തിനേയും നിഷേധിക്കുന്ന, പിന്നെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് അല്ലെ കൂട്ടുകുടുംബം വിട്ടിറങ്ങി സ്വന്തമായി അണുകുടുംബം സ്ഥാപിച്ച് അങ്ങനെ ജീവിച്ച ഈ കൊച്ചുകുട്ടിയമ്മയുടെ അവസാന കാല ജീവിതം വളരെ വളരെ ദുരന്തങ്ങൾ നിറഞ്ഞതായിരുന്നു എന്ന് പറയാം. അവർ പലവിധ അസുഖങ്ങളും, പിന്നെ അവരെ സംരക്ഷിക്കാനായിട്ട് ഈ രാമനാഥൻ മാഷ് തന്റെ ജീവിതത്തിന്റെ നല്ല കാലങ്ങൾ മുഴുവൻ പിന്നെ അമ്മയെ സംരക്ഷിക്കാനായിട്ട് രോഗിയും പിന്നെ ഒക്കെയായ, അല്ലെങ്കിൽ ഏകാന്തത സ്വയം ഭരിച്ച അമ്മയെ സംരക്ഷിക്കുക, ഇതിനകത്ത് അങ്ങനെ
ഈ മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണമായ ചില കാര്യങ്ങളെ കുറിച്ച് ഇതിലിങ്ങനെ പറയുന്നുണ്ട്. ഈ കൊച്ചുകുട്ടിയമ്മ മരിക്കാൻ കിടക്കുമ്പോൾ 10 വർഷത്തോളം അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടുകയില്ലായിരുന്നു. അദ്ദേഹം ശങ്കരമേനോൻ വലിയ കർഷകനൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് തേങ്ങ പോലും എടുക്കാൻ അനുവദിക്കില്ലായിരുന്നു. അങ്ങനെ പിന്നെ രാമനാഥൻ മാഷിന്റെ ശമ്പളവും അമ്മയുടെ പെൻഷനും ഒക്കെ കൊണ്ടാണ് അങ്ങനെ ജീവിച്ചത്. കൂടെ അവർക്ക് ഇങ്ങനെ എന്താണ് രോഗം ബാധിച്ച് ഉന്മാദമൊക്കെ ബാധിക്കും. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ജീവിതത്തിന്റെ ഒരു നല്ല കാലം മുഴുവൻ 10 വർഷത്തോളം അമ്മയെ സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ചു. അങ്ങനെ 36ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിവാഹം പോലും കഴിച്ചത്. അങ്ങനെയുള്ള ഒരു കുടുംബജീവിതം. ഇപ്പോ കുടുംബത്തിന്റെ ശൈഥില്യം എന്ന് പറയുന്ന ഒരു വിഷയം ഇതില് വരുന്നുണ്ട്. അപ്പൊ പിന്നെ ദുർവാശി എന്നൊക്കെ പറയുന്ന സംഭവം ആ കാലഘട്ടത്തിലെ മനുഷ്യപ്രകൃതത്തിന്റെ ഒരു സവിശേഷത ആയിരിക്കാം. എന്താണ് റീസൺ എന്ന് പറയുന്നില്ല. അതിനകത്ത് വളരെ ഏറ്റവും നമുക്ക് ദുഃഖകരമായി തീരുന്ന ഒരു സാഹചര്യം, ഈ അമ്മ മരിക്കാൻ കിടക്കുമ്പോ ഈ ഭർത്താവ് വന്ന് അവിടെ കയ്യാലപ്പുരയുടെ ആ വീടിന്റെ ചെറിയ വീടാണ്, പടിപ്പുരയോട് ചേർന്നുള്ള വീട്. ആ വീടിന്റെ ജനാലയ്ക്ക് അടുത്ത് വന്ന് ഇങ്ങനെ മിണ്ടാതെ നിന്ന് പോകുന്ന ഒരു രംഗം ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അത് വല്ലാതെ സങ്കടം തോന്നും. അപ്പൊ മനുഷ്യ മനസ്സ് എന്ന് പറയുന്ന ഒരു സങ്കീർണ പ്രതിഭാസത്തെ നമുക്ക് പഠിക്കാനുള്ള ഒരു മാതൃകയായിട്ട് നമുക്ക് ഈ സന്ദർഭത്തെ കാണുവാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള കുടുംബത്തിന്റെ ശൈഥില്യം സൃഷ്ടിച്ച ഏകാന്തത, ഇതൊക്കെയാണ് ഈ കെ വി രാമനാഥൻ എന്ന എഴുത്തുകാരൻ ബാലസാഹിത്യ രചനയിലേക്കും സാഹിത്യ പ്രവർത്തനത്തിലേക്കും ഒക്കെ മുഴുകാൻ പ്രേരിപ്പിച്ചത് എന്ന ഒരു വസ്തുത. അത് ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയ ഘടകങ്ങളെ ഈ കഥകളിലൂടെ എല്ലാം ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാൻ ശ്രമിക്കും. പിന്നെ മറ്റൊന്ന്, ഇതിനകത്തൊരു ഈ പിന്നെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഒരു വളർച്ചയുടെ, ഇരിങ്ങാലക്കുട എന്നയുടെ സാംസ്കാരിക ഒരു മുന്നേറ്റങ്ങള്, അത് കെ വി രാമനാഥന്റെ വിദ്യാഭ്യാസം, ബാല്യം വിദ്യാഭ്യാസം തുടങ്ങിയ, അതുപോലെ ഇരിങ്ങാലക്കുടയിലെ നാഷണൽ സ്കൂളിൽ അധ്യാപകനായി യാദൃശ്ചികമായി അവിടെ പഠിപ്പിക്കാൻ പോവുകയും പിന്നീട് അവിടുത്തെ അധ്യാപകനായി തീരുകയും ചെയ്ത ഒരു ചരിത്രമെല്ലാം ഇതിൽ പിന്നെ ബൈ വണ്ണായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ പിന്നെ ഒരു സാംസ്കാരിക ചരിത്ര രേഖയാണ്. അപ്പൊ അതിനോടൊപ്പം സമാന്തരമായിട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളും ജാതിക്കെതിരായ പ്രക്ഷോഭങ്ങളും പിന്നെ ഗാന്ധിയൻ ആദർശത്തിലൂന്നിയ സമരങ്ങളും, അങ്ങനെ അതായത് ചുരുക്കത്തിൽ ഇരിങ്ങാലക്കുടയിലെ സ്വാതന്ത്ര്യ സമര ചരിത്രവും അച്ഛന്റെ വാക്കുകളിലൂടെ ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം മഹാരാജാസിലെ വിദ്യാർത്ഥി കാലം. മഹാരാജാസിൽ BA പിന്നെ ഇന്റർമീഡിയറ്റ് പഠിക്കാനായി BA വരെ ഇവിടെ പഠിക്കാനായിട്ട് വന്ന കെ വി രാമനാഥന്റെ ഒരു അനുഭവം, അത് അച്ഛന്റെ വാക്കുകളിൽ നിന്ന് കേട്ടെഴുതി പിന്നെ രേണു ഇതിൽ അവതരിപ്പിക്കുന്നു. അപ്പൊ അന്നത്തെ പ്രമുഖ ദൈക്ഷണിക വ്യക്തിത്വങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ സാഹിത്യ പ്രവർത്തനങ്ങളും നാടകത്തിലെ സ്ഥിരം പ്രൊമോട്ടറായി പ്രവർത്തിച്ചിരുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ കഥകളൊക്കെ എഴുതിയിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് അന്നത്തെ മുഖ്യധാര പിന്നെ എന്താ പറയുക ബൗദ്ധിക സമൂഹത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നുണ്ട്. ജി ശങ്കരക്കുറുപ്പ് പിന്നെ രാമനാഥൻ മാഷിന്റെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. M അച്യുതൻ സഹപാഠിയായിരുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ലീലാവതി ടീച്ചർ സീനിയർ ആയിരുന്നു. ഇങ്ങനെ ഒരുപാട് പിന്നെ വ്യക്തികളെ, ഇങ്ങനെ ആ കാലത്തിന്റെ MN വിജയൻ, M ലീലാവതി തുടങ്ങിയ ഇവരുമായിട്ടുള്ള പരിചയങ്ങള്, ബന്ധങ്ങള്, സാഹിത്യ പ്രവർത്തനത്തിലുണ്ടായ പിന്നെ മുന്നേറ്റങ്ങള്, അതുപോലെ അവിടെ നടന്ന പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആഭിമുഖ്യം അതിനകത്ത് കൃത്യമായി വിവരിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ അർദ്ധരാത്രിയിൽ മഹാരാജാസിൽ രണ്ട് പിന്നെ പാർട്ടിക്കാർ തമ്മിൽ നടന്ന സംഘർഷം പറയുന്നുണ്ട്. ചെറുപ്പക്കാർക്കിടയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങള് പ്രചാരം നേടി തുടങ്ങിയ കാലത്ത് രാമനാഥൻ അതിനോട് ആഭിമുഖ്യം ഉണ്ടാകുന്നതും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പിന്നെ ഒരു സഹയാത്രികനായി പ്രവർത്തിക്കുന്നതും ഇരിങ്ങാലക്കുടയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിലൊക്കെ
പിന്നെ അതിന്റെ സാംസ്കാരിക പ്രവർത്തനത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുമായ കാര്യങ്ങൾ. ഇങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വ്യക്തിത്വം, സാംസ്കാരിക വ്യക്തിത്വം, എഴുത്തിന്റെ വഴികൾ തുടങ്ങിയ സകല വിഷയങ്ങളെയും ഇതിലെ എല്ലാം കൊണ്ട് നമ്മൾ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ KV രാമനാഥൻ എന്ന അപൂർവ വ്യക്തിത്വത്തിന്റെ ഒരു കാലവും ജീവിതവും എന്നുള്ളത് വളരെ ആപ്റ്റായിട്ട് വരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ഭാവനാ ലോകങ്ങൾ, സുവർണ്ണ മല്ലികയുടെ ചില്ല എന്നുള്ളതും വളരെ കാര്യമായിട്ട് വരുന്നു. അപ്പോ എല്ലാം കൊണ്ടും ഒരു നല്ല വായന അനുഭവമാണ് ഈ കൃതി എന്ന് പറയാം. അപ്പോ തൻ്റെ പിതാവിൻ്റെ കാലവും വ്യക്തിത്വവും പിതാവ് പറഞ്ഞ കഥകളിലൂടെ, ഓർമ്മകളിലൂടെ വളരെ സംക്ഷിപ്തവും സാന്ദ്രവുമായിട്ട് അവതരിപ്പിക്കുന്ന അപൂർവമായ ഒരു ഓർമ്മയെഴുത്ത് പുസ്തകമാണ് ഇത്. മാത്രമല്ല ഇതൊരു നാടിന്റെ ഒരു സാംസ്കാരിക ചരിത്ര രേഖയാണ്. ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും ഒക്കെ വഴികാട്ടിയാവുന്ന ഒരു രേഖയാണ്. അപൂർവ മനുഷ്യരെ കുറിച്ചുള്ള കഥകൾ കൂടി അടങ്ങുന്ന ഒരു മനുഷ്യകഥ കൂടിയാണ് KV രാമനാഥൻ എഴുത്തും ജീവിതവും സുവർണ്ണ മല്ലികയുടെ ചില്ല എന്ന രേണു രാമനാഥിന്റെ ഈ ഗ്രന്ഥം. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. കുറച്ച് നീണ്ടുപോയി എന്ന് തോന്നുന്നു. ഇല്ല, ഈ ഒരു പുസ്തകത്തിനെ ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ ഒരു പുസ്തകത്തിനെ നമ്മള് വായിക്കുമ്പോ ഇത്രയും പറഞ്ഞാൽ പോരാ. സമയത്തിന്റെ ഒരു അപര്യാപ്തത കൊണ്ട് മാത്രം നമുക്ക് ഇതിവിടെ തൽക്കാലം നമ്മൾ അവതരണം നിർത്തുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ചർച്ചയിലേക്ക് പോവും. അതിനു മുൻപായിട്ട് നമുക്ക് വേണ്ടിയിട്ട് രേണു സംസാരിക്കും. അപ്പൊ ഇത്ര നേരം ശ്രീ ചന്ദ്രബോസ്, ഡോക്ടർ ചന്ദ്രബോസ് സംസാരിച്ച ഒരു വ്യക്തി, ആ ഒരു വ്യക്തിത്വം ഇപ്പോ നമ്മളുടെ മുൻപിൽ ഒരിക്കൽ കൂടി അവതരിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടാക്കിയത് വാസ്തവത്തില്. അതായത് നമ്മൾക്കൊപ്പം ഇപ്പൊ ഇല്ലാത്ത രാമനാഥൻ മാഷും അദ്ദേഹത്തിന്റെ ജീവിത പരിസരങ്ങളും ഒക്കെ ഒന്നുകൂടി നമ്മളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ അവതരണത്തിന് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം അദ്ദേഹം ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു ചരിത്ര രേഖയായിട്ട് മാറുന്ന ഒരു പുസ്തകം തന്നെയാണ്. അതായത് അസാധാരണമായ ഒരു വ്യക്തിത്വത്തിന്റെ ജീവിതചര്യകൾ എല്ലാം നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്നെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? വെറും ഒരു അധ്യാപകനായിട്ട് മാത്രം ജീവിക്കാവുന്ന ഒരാള് അതിന് ഉപരിയായിട്ട് ഒരു മകനായിട്ടും അച്ഛനായിട്ടും ഗുരുനാഥനായിട്ടും കഥാകൃത്തായിട്ടും അങ്ങനെ പല പല പിന്നെ നാടക, ഇപ്പൊ അവസാനം പറഞ്ഞു നിർത്തിയതുപോലെ നാടകം, അതിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അധ്യാപകന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിന്റെ ഉത്തമ മാതൃകയായിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളാണ് അത് തെളിയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ആ ഒരു പുസ്തകത്തിൽ കൂടി നമ്മൾ ആ ഒരു കാലഘട്ടത്തിലെ തന്നെ മനസ്സിലാക്കുകയാണ്. ഒരു ചരിത്ര രേഖ തന്നെയാണ്. ഇപ്പൊ പിന്നെ കേരളത്തിലെ കമ്മ്യൂണിസം അല്ലെങ്കിൽ സോഷ്യലിസം, അതിനുശേഷം കമ്മ്യൂണിസം, പിന്നീട് ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഈ PYF പ്രോഗ്രസീവ് യൂത്ത് ഫെഡറേഷൻ പോലുള്ള സംഘടനകളൊക്കെ രൂപം കൊണ്ടതും ഒക്കെ അതിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളും അതുപോലെ പിന്നെ വിദ്യാഭ്യാസ പദ്ധതികളുടെ രീതികളും SCRTയുടെ ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചരിത്ര രേഖ പോലെ നമ്മളുടെ മുമ്പിൽ, അതേസമയം അതൊരു കഥ പറയുന്ന ആ ഒരു ചാതുര്യത്തോട് കൂടിയിട്ടാണ്, വളരെ ലളിതമായിട്ടുള്ള ഒരു ഭാഷയിൽ ഇങ്ങനെ ചരിത്രം പറയാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് രേണു. അനേകം പേരുടെ അകക്കണ്ണില് ജ്ഞാനം നിറച്ച ഒരു ഗുരുവര്യനാണ്. പാഠ്യ വിഷയവും പാഠ്യേതര വിഷയവും ഒരുപോലെ പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ. മനുഷ്യഭാവനയെ ശാസ്ത്ര കൗതുകങ്ങളുടെ അത്ഭുത വഴികളിലൂടെ നടത്തി പ്രപഞ്ചത്തിന്റെ അജ്ഞാതമായിട്ടുള്ള സാധ്യതകളും ഒക്കെ കൽപ്പനയുടെ ഒരു ലോകത്തിൽ കൂടി നമുക്ക് അനുഭവവേദ്യമാക്കി തന്ന അദ്ദേഹം. അതുപോലെ ഈ രൂപപരിണാമത്തിന്റെ ഒരു രീതിയൊന്നും പരിചിതമല്ലാത്ത മലയാള സാഹിത്യത്തിന് മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന കാഫ്കയുടെ മെറ്റമോർഫോസിസ് നമുക്ക് പരിചയപ്പെടുത്തി. പക്ഷെ അതൊന്നുമല്ല, അദ്ദേഹം വായിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കാലത്താണ് അദ്ദേഹം അത് എഴുതുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. NV കൃഷ്ണവാര്യര് ഇത് കൊടുക്കാൻ പിന്നെ വൈമുഖ്യം കാണിക്കുമ്പോ അതല്ല ഇത്
ഹലോ. ഹലോ ആ ഹേമ ചേച്ചി, ഹലോ കേൾക്കുന്നില്ലേ? കട്ടായോ? കേൾക്കുന്നില്ല. ഹലോ ആ ഹേമ ചേച്ചിയുടെ ശബ്ദം പെട്ടെന്ന് കേൾക്കാതായല്ലോ അതെ 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 അല്ലേ? അതെ, കേൾക്കുന്നില്ല. സംസാരിച്ചോണ്ടിരുന്ന ഞാൻ കേൾക്കുന്നു. എന്റെ കണക്ഷൻ എന്തെങ്കിലും പറ്റിയതാണോ എന്ന് വിചാരിച്ചു. അപ്പോ അതെ, കുഴപ്പമില്ലല്ലോ. ആ, അത് നെറ്റ് എന്തായാലും ഔട്ട് ഓഫ് കവറേജ് ആയിരിക്കും. ആ, ഹേമ ചേച്ചിയുടെ നെറ്റിന് എന്തോ പറ്റിയതാണെന്ന് തോന്നുന്നു കേട്ടിട്ട്. അത് കേറിക്കോളൂ, എന്നാ ആ, സംസാരിച്ചോ. അതെല്ലാരും ഞാൻ സംസാരിക്കാം. അപ്പോ ആയിക്കോട്ടെ എന്തായാലും ആയിക്കോട്ടെ. ഈ സുവർണമല്ലികയുടെ ചില്ലയെ കുറിച്ചിട്ട് ഹലോ, ഹലോ, ഹേമ ചേച്ചി പെട്ടെന്ന് കട്ടായി കേൾക്കാമോ? പോയോ? കേൾക്കാമോ ഇപ്പോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. കേൾക്കാം ഇടയ്ക്ക് കേൾക്കാം ഓക്കെ, കേൾക്കാം. പെട്ടെന്ന് ഇടയ്ക്ക് കേൾക്കാതായി. കട്ടായി അല്ലേ? ഞാൻ രേണുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു കേരള ലളിത കലാ അക്കാദമിയുടെ പുരസ്കാരത്തിനെ പറ്റി പറയുമ്പോഴാണ് കട്ടായിട്ടുണ്ടാവുക അല്ലേ? അത് കേട്ടില്ല. അത് അതിന് അത് മുമ്പ് കേട്ടില്ല. കട്ടായി. ഓക്കെ, ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്തോട്ടെ. അത് സിഗ്നൽ പോയതായിരിക്കാം. നാടക നിരൂപകരുടെ അന്തർദേശീയ സംഘടനയായ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് തിയേറ്റർ ക്രിട്ടിക്സിൽ അംഗമാണ്. കേരള ലളിത കലാ അക്കാദമിയും വിജയകുമാർ മേനോൻ ട്രസ്റ്റും ചേർന്ന് നൽകുന്ന മികച്ച കലാ നിരൂപണത്തിനുള്ള വിജയകുമാരൻ മേനോൻ പുരസ്കാരത്തിന് അർഹയായിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി നിർവാഹക സമിതി അംഗമായിരുന്നു. അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ രാജൻ കൃഷ്ണൻ ആയിരുന്നു ജീവിത പങ്കാളി. സഹോദരി ഇന്ദുകല ഇരിങ്ങാലക്കുടയിലാണ് താമസിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി കൂടിയാണ് രേണു. ഞങ്ങള് പറയുമ്പോ ഇതും കൂടി പറയണം, ഞാനും ഒരു ഇരിങ്ങാലക്കുടക്കാരിയാണ്. എൻ്റെ അച്ഛന്റെ ഓർമ്മകളുള്ള സ്ഥലം തന്നെയാണ്. എൻ്റെ അച്ഛൻ വീടാണ് ഇരിങ്ങാലക്കുട. അതുകൊണ്ട് ഇരിങ്ങാലക്കുടയാണോ എന്നുള്ള ഒരു പ്രശ്നം ഇതിൽ ഉന്നയിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടെ ഏതാ പറയേണ്ടതെന്ന്. എന്തായാലും രേണു രാമനാഥൻ മാഷിനെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം നടന്ന വഴികളിൽ കൂടിയൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള ഒരു ആൾ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ പുസ്തകത്തിനോട് പ്രത്യേകമായിട്ടുള്ള ഒരു അടുപ്പം കൂടിയുണ്ട്. രേണു സംസാരിക്കും. ശ്രീമതി രേണു രാമനാഥ്. എല്ലാവർക്കും നമസ്കാരം. ഈ സ്വർണമല്ലികയുടെ ചില്ല എന്ന ഈ പുസ്തകത്തിനെ കുറിച്ചിട്ട് ശ്രീ ചന്ദ്രബോസ് വളരെ വിശദമായിട്ട് സംസാരിക്കുകയും നേരത്തെ ഫേസ്ബുക്കിൽ ഒരു വളരെ വിശദമായിട്ടുള്ളൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിൽ വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയ ഒരു കാര്യം, ഇദ്ദേഹത്തിന് ശ്രീ ചന്ദ്രബോസിന് അച്ഛനെ കുറിച്ചിട്ടോ അച്ഛന്റെ കൃതികളെ കുറിച്ചിട്ടോ എന്നെ കുറിച്ചിട്ടോ ഇരിങ്ങാലക്കുടയെ കുറിച്ചിട്ടോ ഇതുവരെ യാതൊരു ധാരണയും അറിവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാതൃഭൂമിയുടെ ബുക്ക് സ്റ്റാളില് പുസ്തകത്തിന്റെ തലക്കെട്ട് കണ്ട് കൗതുകം തോന്നിയിട്ട് വാങ്ങിച്ചിട്ട് വായിച്ചതാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുവരെ സത്യത്തില് ഈ പുസ്തകം വായിച്ചിട്ടുള്ള എൻ്റെ അറിവിലുള്ള ആൾക്കാര് ഒന്നുകിൽ നമ്മളെ കുടുംബപരമായിട്ട് ഇപ്പൊ അച്ഛന്റെ ശിഷ്യരായിട്ടുള്ളവരും വായനക്കാരായിട്ടുള്ളവരും ഇരിങ്ങാലക്കുടക്കാരായിട്ടുള്ളവരും എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാരാണ് ഇതുവരെ വായിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇതിന്റെ ഒരു പരിസരം അറിയുന്നവര് വായിക്കുന്നതും അത് തീരെ അറിയാത്ത ഒരാള് ഏറ്റവും പുതുമയോട് കൂടിയിട്ട് ഇത് വായിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പൊ നമ്മള് തീർച്ചയായിട്ടും ഇത് എഴുതുന്ന സമയത്ത് ഒരു ചരിത്രം രേഖപ്പെടുത്തുക, ഒരു ജീവരേഖ രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോ നമ്മളെപ്പോഴും ആഗ്രഹിക്കുക നമ്മളുടെ ഒരു ഇമ്മീഡിയറ്റ് ഒരു പരിസരത്തിന് പുറത്തുള്ളവര് ഇതെങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുക, അവരിലേക്ക് ഇത് എത്തുമ്പോൾ അത് എങ്ങനെയായിരിക്കും, അതിന്റെ ഒരു ഒരു അവരെങ്ങനെയായിരിക്കും അതിനെ റീഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പൊ ആ രീതിയിലാണ് ഞാനിപ്പോ ചന്ദ്രബോസ് ഇതിനെ കുറിച്ചിട്ട് സംസാരിച്ചത് ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്നിട്ടുള്ളത്. അപ്പോ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇരിങ്ങാലക്കുടയെ കുറിച്ചിട്ടുള്ള ഒരു ആത്മാവിൽ പുരാതനത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു പട്ടണമാണ് എന്നുള്ളൊരു
നിരീക്ഷണം അദ്ദേഹം ശ്രദ്ധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. കാരണം അതാണ് ഇരിങ്ങാലക്കുട. അതൊരു പക്ഷേ ഇരിങ്ങാലക്കുടയിൽ നിൽക്കുന്നവരെക്കാൾ കൂടുതൽ ഇരിങ്ങാലക്കുടയിൽ നിന്ന് പുറത്തു പോയിട്ട് ഇരിങ്ങാലക്കുടയിലേക്ക് തിരിച്ചെത്തുന്നവർക്ക് ആണ് അത് കാണാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോ അത്തരത്തിലുള്ള പല പട്ടണങ്ങളും കേരളത്തിലുണ്ട്. ഇപ്പോ തൃപ്പൂണിത്തുറയുടെ ഒരു സ്വഭാവമുണ്ട്. അതുപോലെ ഈ ഒരു പുറമേക്ക് എത്ര പരിഷ്കൃതമായാലും ഉള്ളിൽ ഒരു തരം പ്രാചീനത്വത്തിനെയും പുരാതനത്വത്തിനെയും സൂക്ഷിക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട് നമുക്ക്. അപ്പൊ ആ കൂട്ടത്തിലുള്ള ഒരു പട്ടണമാണ് ഇരിങ്ങാലക്കുട എന്നുള്ളൊരു ഒബ്സർവേഷനാണ് ഞാൻ അതില് നടത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോ എന്തായാലും ചന്ദ്രബോസിന് ഏറെ നന്ദിയുണ്ട്. ഇത് ഇതിനെ കുറിച്ചിട്ട് ഇത്രയും സൂക്ഷ്മമായിട്ടുള്ള ഒരു നിരീക്ഷണങ്ങൾ നടത്തിയതിന്, അതിന്റെ ഒരു വ്യക്തി ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു രേഖപ്പെടുത്തലും ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചിട്ടുള്ള രേഖപ്പെടുത്തലും അത് എല്ലാം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അദ്ദേഹം അത് വായിച്ച് മനസ്സിലാക്കി എന്നുള്ളതിൽ ഏറെ നന്ദിയുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും ഒരു ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഒരു ചർച്ചയോ സംവാദമോ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് അത് തുടരാം. അതെ, ഇവിടെ കുറച്ച് പേരുണ്ട് നമ്മളുടെ ലിസണേഴ്സ് ആയിട്ട്. സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് സംസാരിക്കാം. ഞാൻ ആദ്യം ആഷിക്കിനെ ക്ഷണിക്കുകയാണ്. സുജയുണ്ട്, വി സുജ. ശ്രീ വിപിൻ ബാബു ഉണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരുപക്ഷെ രേണുവിന്റെ സഹപ്രവർത്തകനായിരുന്നോ എന്ന് എനിക്കറിയില്ല. അത് ഹിന്ദുവില് ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, സംസാരിക്കാം. ഹലോ ശ്രീ ആഷിഖ്, ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആഷിഖിന് മുകളിൽ എത്താൻ പറ്റിയിട്ടില്ല. ഓക്കെ, മൈക്ക് മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യണേ. ശ്രീ ആഷിഖ്, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഹലോ, ശ്രീ ആഷിഖിന് അദ്ദേഹത്തിന്റെ സിഗ്നൽ സ്ട്രോങ് അല്ലായിരിക്കാം. ആഷിഖ്, മൈക്ക് അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, സംസാരിക്കാം. കേൾക്കാം. കേൾക്കാം, സംസാരിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം, ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം, ക്ലിയർ ആണ്, കേൾക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ആഷിഖ്, ചോദിച്ചോളൂ. കേൾക്കാം. ഹലോ രേണു, കേൾക്കുന്നില്ലേ? എനിക്ക് കേൾക്കുന്നുണ്ട്. ശ്രീ ആഷിഖ്, മൈക്ക് മ്യൂട്ടാണ്. ആഷിഖ് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഹലോ, കേൾക്കാം, സംസാരിച്ചോളൂ. ഹലോ, അദ്ദേഹത്തിന്റെ എന്തോ സിഗ്നലിന്റെ പ്രോബ്ലം ആയിരിക്കും. അദ്ദേഹത്തിന് സംശയം നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. മൈക്ക് വീണ്ടും മ്യൂട്ട് അതെ, മൈക്ക് മ്യൂട്ടായി. അതെ, കേൾക്കാം ആഷിഖ്. കേൾക്കുന്നുണ്ട്, സംസാരിച്ചോളൂ. കേൾക്കാം. കേൾക്കുന്നുണ്ട്. സുജ, ശ്രീ ആഷിഖ്, ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി റീജോയിൻ ചെയ്യാമോ? ആഷിഖ്, ഈ ലീവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടി റീജോയിൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ക്ലിയർ ആവും. സുജ ചോദിച്ചോളൂ, മൈക്ക് മ്യൂട്ടാണ് കേട്ടോ സുജയുടെ. ഹലോ സുജ, സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. പരിചയപ്പെടുത്തിയിട്ട് സംസാരിക്കാം. രേണു ഇവിടെ ഉണ്ട്, ശ്രീ ചന്ദ്രബോസ് ഉണ്ട്, രണ്ടുപേരോട് സംസാരിക്കാം. ഞാൻ സുജ, കുറച്ചൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ഇപ്പോ ഈ പറഞ്ഞ പുസ്തകങ്ങള് പലരുടെയും കാര്യങ്ങൾ പറഞ്ഞു. രാമനാഥൻ സാറിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഓരോ പുസ്തകങ്ങളിലും അല്ലെങ്കിൽ വയലെഴുപ്പള്ളി മാഷിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ കേട്ടിട്ടുള്ള ഒരു വലിയൊരു ബിംബം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ രേണു
മാഡം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞു ഇരിങ്ങാലക്കുടയിലെ ആ ഒരു സത്ത് അത് ഈ ജോലി ആയിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അതെന്താണ്, എങ്ങനെയാണ് നമ്മുടെ അല്ലെങ്കിൽ ഇപ്പോ മാധ്യമ പ്രവർത്തക, എഴുത്തുകാരി അല്ലെങ്കിൽ ചിത്രകാരി എന്നൊക്കെയുള്ള രീതിയിൽ ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇരിങ്ങാലക്കുടയുടെ ജീവിതമായിട്ട് മാഡത്തിന് എങ്ങനെയാണത് ജീവിതത്തിലെ ഗുണമുണ്ടായിരുന്നോ അതോ ദോഷമാണോ എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് പറയൂ. താങ്ക് യു. എന്ന് വെച്ചാല് മനസ്സിലായില്ല. ഹലോ. അല്ല, ഇപ്പൊ നമ്മള് സുജ ഒന്നുകൂടി ക്ലിയർ ആക്കാം. ഇരിങ്ങാലക്കുടയിലെ ജീവിതത്തിനെ കുറിച്ച് ഇപ്പോ എഴുത്തുകാരി എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ. ആഹാ. അപ്പോ അത് ഇപ്പോ ഡൽഹിയിലെ ജീവിതവും അല്ലെങ്കിൽ കേരളത്തിലെ ജീവിതവും ഒക്കെ കൂടിയിട്ട് എങ്ങനെയാണ് അതിന്റെ നമ്മുടെ ഇപ്പൊ കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോ തൃപ്പൂണിത്തുറയിലെ ജീവിതം അല്ലെങ്കിൽ ഇരിങ്ങാലക്കുടയിലെ ജീവിതം അങ്ങനെയുള്ള ഒരു തിരിവ് അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? എന്താ സുജ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് കാരണം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചില്ല. അല്ല, ഞാൻ ഡൽഹിയിൽ ജീവിച്ചിട്ടില്ല. ഇല്ല, ഞാൻ ഡൽഹിയിൽ ജീവിച്ചിട്ടില്ല. ഞാൻ തൃപ്പൂണിത്തുറയിലും ജീവിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് സുജ ചോദിച്ചത് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ ജീവിക്കുന്നതും ഇരിങ്ങാലക്കുടയിലെ ജീവിതവും അല്ലേ, അത് തമ്മിലുള്ള എന്താണ്, അതല്ലേ സുജ ഉദ്ദേശിച്ചത്? ആണോ? ഞാൻ അത് മാത്രമല്ല ഉദ്ദേശിച്ചത്. ഇപ്പോ ആ പുസ്തകത്തിൽ തന്നെ പറയണ്ടല്ലോ ഇരിങ്ങാലക്കുടയിലെ ഒരു ഗ്രാമ ജീവിതവും പിന്നെ ലോകത്തിന്റെ എവിടെ പോയാലും നമ്മുടെ സ്വത്വം കണ്ടുപിടിക്കാനായിട്ട് ഗ്രാമജീവിതത്തെ പറ്റിയിട്ടാണോ ഉദ്ദേശിച്ചത്? അച്ഛന്റെ കാര്യമാണോ ചോദിക്കുന്നത്? അതെ, അച്ഛന്റെയും പിന്നെ ഇപ്പോ മാഡം എഴുതിയിരിക്കുന്നതിനെ കുറിച്ചും കൂടിയാണ് ഞാൻ ചോദിച്ചത്. ബിഫോർ ഞാൻ ഡൽഹിയിൽ ജീവിച്ചിട്ടില്ല. ഡൽഹിയിൽ ഞാൻ ആകെ ഒരു തവണയായിട്ട് പോയിട്ട് തന്നെയുള്ളൂ. ഡൽഹിയിലെ അച്ഛൻ ഡൽഹിയിൽ വളരെ ചെറിയൊരു സന്ദർശനം നടത്തിയതിനെ കുറിച്ചിട്ടാണ് ഞാൻ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. പിന്നെ തൃപ്പൂണിത്തുറ ഞാനൊരു ഉദാഹരണം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. അതായത് ഇരിങ്ങാലക്കുടയ്ക്ക് സമാനമായിട്ടുള്ള ഒരു പട്ടണമാണ് തൃപ്പൂണിത്തുറ. കാരണം ഈ കൊച്ചി രാജകുടുംബത്തിന്റെ ഒരു ആസ്ഥാനം എന്നുള്ള രീതിയിലും ഒരു അമ്പലത്തിന്റെ ചുറ്റും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പട്ടണം എന്നുള്ള രീതിയിലും തൃപ്പൂണിത്തുറയും ഇരിങ്ങാലക്കുടയും പലരും കമ്പയർ ചെയ്യാറുണ്ട്. അതെ, അത് ഇരിങ്ങാലക്കുടയുടെ ഒരു സാംസ്കാരിക ഒരു പൈതൃകം പിന്നെ തൃപ്പൂണിത്തുറയിലും നമുക്ക് കാണാം. ഒരു സവർണ രാജ കുടുംബ കോവിലക സംസ്കാരത്തിന്റെ ഒരു സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് ഇത് രണ്ടും എന്നുള്ള രീതിയിൽ രണ്ടിനെ കുറിച്ചിട്ടും അങ്ങനെ ഒരു ഇത് പറയാറുണ്ട്. അത് വളരെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. തൃപ്പൂണിത്തുറ ഞാൻ ജീവിച്ചിട്ടില്ല. പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സമീപകാലത്ത്. എങ്കിലും കമ്പയർ ചെയ്യാവുന്ന സ്ഥലങ്ങളാണ് എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട്. അത്രേ ഉള്ളൂ. അവിടെ തൃപ്പൂണിത്തുറ ഞാൻ ജീവിച്ചിട്ടുള്ള ഒരു സ്ഥലമല്ല. ഡൽഹിയിലും ഞാൻ ജീവിച്ചിട്ടേ ഇല്ല. ഡൽഹിയിൽ ഞാൻ ആകെ 2 തവണ പോയിട്ടുള്ളൂ. പറഞ്ഞ ശ്രീ ചന്ദ്രബോസ് സംസാരിച്ചപ്പോഴും ഈ കാര്യം സൂചിപ്പിച്ചല്ലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു അന്തരീക്ഷം വളരെ വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മള് കേരളത്തിലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ ജീവിച്ചിട്ടുണ്ട്. ഇപ്പൊ സുജ പെരുമ്പാവൂരാണ്. പെരുമ്പാവൂര് ഞാൻ ജീവിച്ചിട്ടുള്ള ആളാണ്. ഇരിങ്ങാലക്കുടയിലും തൃപ്പൂണിത്തുറയിൽ അല്ലെങ്കിൽ പോലും തൊട്ടടുത്താണല്ലോ താമസം. അപ്പോ എനിക്കതൊരു വ്യത്യസ്തമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. എന്റെ അച്ഛന്റെ സ്ഥലമാണ് ഇരിങ്ങാലക്കുട. അപ്പൊ അച്ഛന് ഞാൻ ജനിച്ചിട്ട് അധികം കാലമൊന്നും അവിടെ സ്ഥിരതാമസം ഉണ്ടായിട്ടില്ല. എന്റെ അച്ഛന്റെ വീട്ടിലെ സന്ദർശനവും പിന്നെ വെക്കേഷൻ കാലത്തെ ജീവിതമൊക്കെയാണ്. പക്ഷെ 4 വർഷം എന്റെ അച്ഛൻ ഒരു പിന്നെ ഔദ്യോഗികമായിട്ടുള്ള പിന്നെ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് 4 വർഷം ഹോം ടൗണിൽ പിന്നെ സെർവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവിടെ
ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ഞങ്ങൾ സ്ഥിരവാസമായിട്ട് അവിടെ വന്നത്. അപ്പോൾ അവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനു മുമ്പ് എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരുന്നത് MG റോഡിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ജീവിതവും തമ്മിൽ ഭയങ്കര ഒരു വൈരുദ്ധ്യമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ ഈ കൂടൽമാണിക്യ ക്ഷേത്രം, ആ ക്ഷേത്രമാണ് ഒരുപക്ഷെ ക്ഷേത്രവും നേരത്തെ പിന്നെ രേണു എഴുതിയിട്ടുണ്ട്, അവിടുത്തെ ഒരു പള്ളിയും ആ കത്തീഡ്രലും, ഇത് രണ്ടുമാണ് അവിടുത്തെ ജീവിതത്തിനെ തന്നെ നിയന്ത്രിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഉത്സവകാലമൊക്കെ ആവുമ്പോൾ പിന്നെ സാധാരണ മനുഷ്യർ അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഉൾക്കൊള്ളാറുണ്ട്. പക്ഷെ എനിക്കതൊരു പ്രത്യേകതയായിട്ട് തോന്നി. കാരണം ഞാൻ സ്കൂളിലേക്ക് ബസ്സൊക്കെ കയറി പോണം. അപ്പൊ അവിടെ ഉത്സവം പിന്നെ രാവിലത്തെ പ്രദക്ഷിണം ഒക്കെ തടസ്സങ്ങളാണ്. പക്ഷെ അതൊന്നും അവിടുത്തെ പൊതുജനത്തിനെ ബാധിക്കുന്നേ ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ പള്ളിയാല് പിന്നെ 10 ദിവസം ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആബാധ ജനങ്ങളും അത് ആസ്വദിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അവിടെ ഈ ഒരുപാട് ക്രിസ്ത്യൻ പോപ്പുലേഷനുള്ള ഒരു സ്ഥലമാണല്ലോ അവിടുത്തെ പിണ്ടിപ്പെരുന്നാള്. അത് നമ്മള് കുട്ടികളൊക്കെ വളരെ ആഘോഷപൂർവ്വം വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിണ്ടിയൊക്കെ കുത്തിവെച്ച് പ്രദക്ഷിണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങളൊക്കെ വീടിന്റെ പുറത്ത് നിന്ന് ആസ്വദിക്കുകയും കാണുകയും അത് കഴിയുന്നത് വരെ അവിടെ തന്നെ തിക്കി തിരക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവിടെ വളരെ ഒരു മതസൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിലാണ് അവിടെ മുന്നോട്ട് പോയിരുന്നത്. അക്കാലത്ത് ഞാൻ പറയുന്നത് 70s ഉം 80s ഉം ഒക്കെയുള്ള കാലഘട്ടമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതില് ഒരു ഒരുമയുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വല്ല വിശേഷങ്ങളും ഉണ്ടാവുമ്പോൾ ഹിന്ദു കുടുംബങ്ങളിലേക്ക് പിന്നെ കൊഴലപ്പം, അച്ചപ്പം പോലുള്ള അവലോസുണ്ടയൊക്കെ കൊണ്ടുതരും. അതുപോലെ നമ്മളുടെ പ്രത്യേക ദിവസങ്ങളിൽ അവരുമായിട്ട് പങ്കുവെക്കുന്ന പായസമൊക്കെ പങ്കുവെക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ നല്ല സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ പറഞ്ഞാണെങ്കിൽ ഞാനും ഇതൊക്കെ തന്നെ പറയേണ്ടി വരും. എൻ്റെ അച്ഛൻ അവസാനം റിട്ടയർ ചെയ്യണത് ഇരിങ്ങാലക്കുടയിൽ. അതുകൊണ്ട് ഇപ്പോഴും ആ ഒരു ഈ ആണും പിന്നെ അമ്പലത്തും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോഴും കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ ഇത് ചോദിക്കാൻ കാര്യം, ഇപ്പോ രേണു മാഡം പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോ പിന്നെ ഇത് വായിച്ച ആളും പറഞ്ഞു, ഈ അമ്മുമ്മ അല്ലെങ്കിൽ മുത്തശ്ശി ഒരു ആദ്യത്തെ ഭർത്താവിനെ വേണ്ടാന്ന് വെച്ചു, വായും തളരെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. പക്ഷെ അതും ഇന്നത്തെ ജീവിത സാഹചര്യവുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്തൊന്ന് പറയാൻ പറ്റുമോ? ഇനി വീണ്ടും അതിനകത്തേക്ക് നമ്മൾ തിരിച്ചു പോകണം എന്നുള്ള ഒരു സൂചനയാണോ അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ല, നമ്മളൊരു ചരിത്ര വസ്തുത പറയുമ്പോ അത് ചരിത്ര വസ്തുതയാണല്ലോ. ആ ചരിത്ര വസ്തുത നമ്മൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോ അങ്ങനെ ഉണ്ടാവണം എന്ന് പറയുന്നതല്ലല്ലോ അതിന്റെ അർത്ഥം. കാരണം ഒരിക്കലും നമുക്ക് മറ്റേ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലേക്ക് അല്ലെങ്കിൽ മറ്റേ 2020-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലേക്ക് കേരളം തിരിച്ചു പോവില്ലല്ലോ. പെരുമക്കത്തായ വ്യവസ്ഥയും കൂട്ടുകുടുംബ വ്യവസ്ഥയൊന്നും തിരിച്ചു വരില്ലല്ലോ ഇനി വീണ്ടും. അപ്പോ മറ്റേ ഇപ്പൊ നമ്മൾ 21-ാം നൂറ്റാണ്ടില് കേരളത്തിലാണല്ലോ ജീവിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് സ്ത്രീകൾ ബ്ലൗസ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സാമൂഹ്യ കാലഘട്ടം ഒന്നും നമുക്കിനി തിരിച്ചു വരില്ലല്ലോ. പക്ഷെ ഇതിൽ പറയുന്ന ഒരു വസ്തുത ഇതിവിടെ ചർച്ച ചെയ്യേണ്ടതാണ്. ശ്രീ ചന്ദ്രബോസ് അത് സംസാരിച്ചപ്പോ പറയുകയും ചെയ്തു. അതായത് പിന്നെ നായർ സ്ത്രീകൾക്ക് വളരെ സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ള ഒരു കഴിവാണല്ലോ അവിടെ പിന്നെ അച്ചമ്മയുടെ കാര്യത്തില് പറഞ്ഞത്. കാരണം സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അത് തിയറിയിൽ മാത്രമായിരുന്നു. ആ സ്വാതന്ത്ര്യം നടപ്പിലാക്കാൻ ആക്കിയ വളരെ അപൂർവത്തിൽ സ്ത്രീയായിരുന്നു എന്റെ അച്ഛമ്മ. അതുകൊണ്ട് തന്നെ ഒരു റെബലായിട്ടും അവര് മറ്റേ വളരെ അസാധാരണ സ്ത്രീയായിട്ടും പൊതുവെ റെബലായിട്ടും അവര് ലേബൽ ചെയ്യപ്പെട്ടിരുന്നു അന്ന് തന്നെ. അല്ലാതെ എല്ലാ നായർ സ്ത്രീകൾക്കും അങ്ങനെ സൗകര്യം തോന്നുമ്പോഴൊക്കെ ഭർത്താക്കന്മാരെ പുറത്താക്കുന്ന രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് റോബിൻ ജെഫ്രിയുടെ അത് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയില് വന്നിട്ടുള്ള ഒരു കേട്ടുകേൾവിയാണ് ആക്ച്വലി. വേറൊരു പോയിന്റ് ആണ്, നമ്മുടെ കേരളത്തില് നായർ സ്ത്രീ സമുദായത്തില് നിലവിലുണ്ടായിരുന്നിട്ടുള്ളത് മാട്രിലീനിയാണ്, മാട്രിയാർക്കി അല്ല.
അത് പാട്രിയാർക്കി തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിരുന്ന മറ്റേ നായർ സമുദായത്തിൽ ആക്ച്വലി പാട്രിയാർക്കി തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം അച്ഛന് പകരം അമ്മാവനായിരുന്നു എന്ന് മാത്രം. അത്രേ ഹെഡ് ഉള്ളൂ ഓഫ് ദ വ്യത്യാസം. ഫാമിലി ഹെഡ് ഓഫ് ദ ഫാമിലി പുരുഷന്റെ മറ്റേ കുടുംബം നിലനിൽക്കുന്നത് മക്കൾ വഴിയാണോ അതോ മരുമക്കൾ വഴിയാണോ എന്നുള്ള വ്യത്യാസം മാത്രമാണ് മാട്രിലീനിയെയും പാട്രിലീനിയെയും വ്യത്യസ്തമാക്കിയിരുന്നത്. കാരണം മക്കത്തായം എന്നുള്ളത് ആവുമ്പോ പുരുഷന്റെ കുടുംബം മക്കളിലൂടെ നിലനിൽക്കുകയെന്നും മറ്റേ മരുമക്കത്തായം ആവുമ്പോ പുരുഷന്റെ കുടുംബം മരുമക്കളിലൂടെ നിലനിൽക്കുക എന്നതായിരുന്നു. കാരണം ഒരിക്കലും സ്ത്രീയുടെ മരുമക്കൾ എന്ന് പറയാറില്ല. പുരുഷന്റെയാണ്, അമ്മാവനും മരുമക്കളുമാണ്. എന്റെ സഹോദരിയുടെ മക്കൾ എന്റെ മരുമക്കളല്ല. പക്ഷെ എന്റെ ഇപ്പൊ എനിക്കൊരു സഹോദരൻ ഉണ്ടെങ്കിൽ ആ സഹോദരന് ഒരു പുരുഷന്റെ സഹോദരിയുടെ മക്കൾ അയാളുടെ മരുമക്കളാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹ വ്യവസ്ഥ നിലനിന്നിരുന്ന അത് ബേസിക്കലി ഒരു അഗ്രേറിയൻ സിസ്റ്റവും കൂടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടിയായിരുന്നു നിന്നിരുന്നത്. മറ്റേ ആ ഒരു അഗ്രേറിയൻ സിസ്റ്റം കേരളത്തിൽ ഇല്ലാതായി ബേസിക്കലി. സ്വത്ത് വിഭജിച്ചു പോവാതിരിക്കാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്പൂതിരിമാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരാള് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, കുടുംബത്തിലെ മൂത്ത ആള് മാത്രം, ബാക്കി പുരുഷന്മാര് വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള സിസ്റ്റം ഒക്കെ തന്നെ. വിവാഹം കഴിക്കാൻ കുടിവെപ്പ് പറ്റില്ല, അതാണ്. അല്ല, അവർക്ക് സ്വജാതിന്ന് വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു. സ്വജാതിന്ന് പറ്റില്ല, അതാണ്. വിവാഹം കഴിച്ചാൽ അവർക്ക് ഭ്രഷ്ടായിരുന്നു. അപ്പൊ മറ്റേ കുടിവെപ്പൊന്നും അല്ല, അവർക്ക് നമ്പൂതിരിമാരെ വിവാഹം കഴിക്കാനേ പാടില്ലായിരുന്നു. അത് വേണമെങ്കിൽ നായർ സ്ത്രീകളോ മറ്റു ജാതികളുടെ സ്ത്രീകളോ ആയിട്ട് അവർക്ക് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം, അത്രമാത്രം. അംഗീകൃത ബന്ധമല്ല, സംബന്ധം മാത്രമാണ്. സ്വത്ത് കൊടുക്കാനോ അച്ഛൻ മക്കൾ എന്ന് വിളിക്കാനോ ഉള്ള അവകാശം ഉണ്ടായിരുന്നില്ല അതിനകത്ത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, ഇത് റോബിൻ ജെഫ്രിയുടെ ദ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ ഈ കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, മാട്രിയാർക്കൽ സിസ്റ്റം അല്ല, മാട്രിലീനിയൽ സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. പക്ഷെ അതിലും ഈ സ്ത്രീക്ക് ഒരു സോക്കോൾഡ് സ്വാതന്ത്ര്യം എന്തായാലും, കാരണം സ്വന്തം വീട്ടിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇപ്പൊ എന്റെ അച്ഛമ്മ കുഞ്ഞായിരുന്ന സമയത്ത് അമ്മാവന്റെ അടുത്ത് എന്താ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ തോന്നി എന്ന് ചോദിക്കുമ്പോഴും അതായത് ആ ഫാമിലി നിലനിർത്താനുള്ള ഏക മരുമകളായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് മാത്രം അമ്മാവൻ അമ്പടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വേറെ ദേഷ്യപ്പെടാതെ, കാരണം കുടുംബം നിലനിർത്താനുള്ള ആളാണല്ലോ അത് പറയുന്നുണ്ട്. അതെ. ലീലാവതി ടീച്ചറുടെ പുസ്തകത്തിൽ ഇപ്പൊ നമ്മള് നായർ ഫാമിലിയുടെ കാര്യങ്ങളാ പറഞ്ഞ, ലീലാവതി ടീച്ചറുടെ ആത്മകഥ വന്നല്ലോ, ധ്വനി പ്രയാണം. അതില് ടീച്ചറുടെ അമ്മയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അമ്മ ഇതുപോലെ ഒരു സദ്യക്ക് വന്നു കഴിഞ്ഞപ്പോ ബ്ലൗസ് ഇട്ടിട്ടാണ് വന്നത്. അപ്പൊ അവിടെ ബ്ലൗസ് ഇട്ടിട്ട് പെൺകുട്ടികൾക്ക് വരാൻ പാടില്ല. ആ സമയത്ത് അവിടെ തമ്പുരാൻ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ബ്ലൗസ് ഊരണം എന്ന് പറഞ്ഞു. അവര് അപ്പോ അവിടുന്ന് ഇറങ്ങിപ്പോയി. ആ സദ്യ കഴിക്കണ്ട, ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ബ്ലൗസ് ഊരാൻ തയ്യാറായില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ നേരത്തെ രേണു പറഞ്ഞതുപോലെ അപൂർവമായിട്ട് സ്ത്രീകൾ അങ്ങനെയൊക്കെ സ്വന്തം വ്യക്തിത്വം കാണിക്കുന്ന അപൂർവ അവസരങ്ങളിൽ ഒന്നാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അതായത് ഇപ്പൊ ഈ അച്ഛമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങളിലും ഇതുപോലുള്ള സംഭവങ്ങള്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. കുടുംബത്തിലുണ്ടായിട്ടുള്ള കഥകൾ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ എം.ടിയുടെ നോവലിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം കുറെ ഇൻസിഡൻസ് ഉണ്ടല്ലോ. അതെ. ഇതില് പറയുന്ന ഇന്നത്തെ സമൂഹത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അത്. എനിക്ക് ഇതിലെ ഈ നാടകത്തിന്റെ രംഗപടത്തിൽ വന്ന മാറ്റം തൊട്ട് പാർട്ടി നാടകങ്ങളുടെ ഒരു വലിയ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് ഇതില്, എനിക്ക് തോന്നുന്നത് ഇത് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. കാരണം നാടകങ്ങളുടെ പിന്നെ അവതരണ രീതികളിൽ വന്ന മാറ്റങ്ങളും പിന്നെ പ്രോംപ്റ്റിങ്, ഇതൊക്കെ കുറെ വിശദമായിട്ട് ഇതില് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു വലിയ സാംസ്കാരിക ഭൂമിക തന്നെയായിരുന്നു ഈ ഇരിങ്ങാലക്കുട. ഇപ്പൊ ഉണ്ണായി വാര്യർ പിന്നെ ഇത് വരുന്നത് തന്നെ ഇതിന് ശേഷമാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിനുള്ള ഒരു അന്തരീക്ഷം
അവിടെ ഉണ്ടായിരുന്നു. ഒരു കലാപരിസരം അവിടെ അപ്പോഴേ ഒരുങ്ങിയിരുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കഥകളിയുടെ ഒരു ഇത് വരുന്നതിന് മുൻപ് ഇതുപോലെ മറ്റ് കലാരൂപങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ എന്തുമാത്രം അവസരങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം തോന്നിയ മറ്റൊരു കാര്യം. നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളോ അധ്യാപകരോ വിദ്യാലയങ്ങളോ ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടോ എന്നുള്ള ഒരു സംശയം തോന്നുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കധികം പിന്നെ താല്പര്യം എടുത്തുകൊണ്ട് കുട്ടികളെ ഇപ്പോ അങ്ങനെയാണല്ലോ ഒരു പി ജയചന്ദ്രനോ അല്ലെങ്കിൽ ഒരു പിന്നെ നമ്മളുടെ ISRO ചെയർമാനായിരുന്ന കെ രാധാകൃഷ്ണൻ പോലെയുള്ള ഒരു പിന്നെ സംഗീതജ്ഞനൊക്കെ വളർന്നു വരുന്നത്. വളരെ വലിയൊരു കലാ സബര്യ തന്നെയായിരുന്നു അദ്ദേഹം പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഇതിൽ പറയുന്ന ഒരുപാട് ഫാമിലീസിന്റെ പേര് എനിക്ക് വളരെ ഫെമിലിയർ ആണ്. അവിടത്തേക്ക് കുറെ ബന്ധങ്ങളൊക്കെ നമുക്ക് വട്ടപ്പറമ്പിലെ പാലക്കാത്തെ അങ്ങനെയുള്ള കുറെ ഫാമിലീസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അതുപോലെ മഹാരാജാസിലെ അധ്യാപകര് അതിലെ പ്രൊഫസർ മധുകർ റാവു സാറ് എന്റെ അധ്യാപകനും കൂടിയാണ് കേട്ടോ. എന്റെ MA ക്ക് അദ്ദേഹം മഹാരാജാസിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടില് പിന്നെ ഒരു പാരലൽ കോളേജ് നടത്തുമായിരുന്നു. 15 കുട്ടികളെ ഉണ്ടാവുള്ളൂ. MA ഫസ്റ്റ് ഇയറിൽ 15 പേര്, സെക്കൻഡ് ഇയറിൽ 15, എല്ലാം പെൺകുട്ടികളായിരിക്കും. ആദ്യകാലത്ത് ബോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെയൊക്കെ സമയത്ത് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹമാണ് 10 പേപ്പറും അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതാണ് അതിലത്തെ ഒരു അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ശിഷ്യയായിട്ട് ഇരിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടിയപ്പോ അദ്ദേഹത്തിന്റെ അതീവ സുന്ദരനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ശാന്താറാം സാർ, ഞാൻ അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടില്ല. ട്വിൻ ബ്രദർ ആയിരുന്നല്ലോ ശാന്താറാം സാറ്, മധുകർ റാവുവിന്റെ ട്വിൻ ബ്രദർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബം ഡോക്ടർ അജിത് കുമാർ പിന്നീട് പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന സെക്രട്ടറി ആയിരുന്ന ആളാണല്ലോ. അപ്പൊ അങ്ങനെ ആ കുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. അപ്പൊ ഏതൊരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഈ അടുത്ത കാലത്തേക്ക് സഞ്ചരിച്ചത് എന്നുള്ളതാണ് ഇത് വായിക്കുമ്പോൾ നമ്മള് ഒരുപാട് പേര് നമുക്ക് പിന്നെ ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് പേരുടെ പിന്നെ ഇതെല്ലാം ചരിത്ര പശ്ചാത്തലമൊക്കെ ഇതിൽ പറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ കുട്ടിക്കാലത്തൊക്കെ നമ്മളും പരിചയപ്പെട്ട ഈ തേക്കിൻ കൊട്ടയിൽ തേവുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, ആ തെങ്ങിനെ നനയ്ക്കാനായിട്ട്. അപ്പൊ കൊച്ചു പുഴ പോലെയാണല്ലോ അത് ഒഴുകുക. അപ്പൊ കുട്ടികളൊക്കെ അവിടെ പോയിരുന്ന് കളിക്കുന്നത് തെളിവെള്ളമായിരിക്കും, നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളമാണ് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കളിക്കാനായിട്ട് ഈ വെള്ളം ഒഴുകി പോകുമ്പോൾ അതിൽ കൂടെ കാല് തല്ലി അലച്ച് നമ്മൾ ഓടുന്നതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. രേണു ആ വെള്ളത്തില് കളിക്കുന്നതൊക്കെ രേണു പറയുന്നുണ്ടല്ലോ. അത് വളരെ നമുക്ക് നമ്മളുടെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു പോയ പോലെ തോന്നുന്നുണ്ട്. അതുപോലെ ആ ചികിത്സയുടെ കാര്യവും പറഞ്ഞല്ലോ. ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോയ സംഭവം ബാംഗ്ലൂര് താമസിക്കാനായിട്ട് പോയി. അപ്പോ ഒരു യാദവ്, അതെ, അതൊക്കെ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത, അതും പിന്നെ മിലിറ്ററി ഫോഴ്സ് തന്നെ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതൊക്കെ വളരെ അപൂർവമായിട്ടുള്ള സംഭവങ്ങളാണ്. അതൊക്കെ ആദ്യമായിട്ട് ഞാൻ കേൾക്കുകയാണ് ഇതിൽ കൂടെ. മാത്രമല്ല ഇതില് ഓർമ്മകൾ പങ്കുവച്ചിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ, അത് നേരത്തെ ഡോക്ടർ ചന്ദ്രബോസ് സൂചിപ്പിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ എത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങള് നമ്മളുടെ ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അത് പിന്നെ കൃത്യമായിട്ട് കാലഘട്ടങ്ങൾ വളരെ കൃത്യമായിട്ട് ആ ഡേറ്റ് പോലും കൃത്യമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് എഴുതുക എന്നുള്ളത് ചെറിയൊരു നിസ്സാരപ്പെട്ട ഒരു സംഭവമല്ല. അത് അച്ഛൻ കണ്ട് അത് അപ്രൂവ് ചെയ്യുകയും കൂടി ചെയ്തു എന്ന് കേൾക്കുമ്പോഴാണ് ഇതിന്റെ ആധികാരികത കൂടുതൽ നമുക്ക് വ്യക്തമാവുന്നത്. പൂർണ്ണമായിട്ടും ഓർമ്മയിൽ നിന്നല്ല. എന്താ വെച്ചാ അച്ഛനായിട്ടുള്ള ഇന്റർവ്യൂകൾ മുഴുവൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ലോക്ക്ഡൌണിന്റെ സമയത്ത് അത് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ സമയത്ത് ഇങ്ങനെ ആണ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ദിവസം ഏതാണ്ട് ഒരു മണിക്കൂറോളം അച്ഛനായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇൻഫോർമൽ ആയിട്ട് സംസാരിച്ച് അത് ഞാൻ ഫോണിൽ തന്നെ ഓഡിയോ മാത്രമായിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഈ ഓരോ സംഭവങ്ങളുടെയും അതിന്റെ ഒരു കൊല്ലവും മറ്റേ ഇതൊക്കെ തന്നെ പല സോഴ്സുകൾ ഉപയോഗിച്ച് ക്രോസ് ചെക്ക് ചെയ്ത് റെഫർ ചെയ്ത് മറ്റേ ഈ ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻസ് ഒക്കെ മറ്റേ ഇത് ചെയ്തിട്ടാണ് ആ ഡേറ്റുകളും ആൾക്കാരുടെ പേരുകളും ബാക്കി ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ളത് ബേസിക്കലി. ശരി. അല്ല, അത് വലിയൊരു ഇതാട്ടോ ചെയ്തു വെച്ചിട്ടുള്ളത്. നമുക്കൊരു ആ കാലഘട്ടത്തിന് നമ്മള് ഇപ്പൊ പിന്നെ കൽക്കരി കൊണ്ട് ഓടുന്ന ബസ്സിനെ പറ്റിയിട്ട് പറയുന്നു.
അത് പിന്നെ കല്ലേറ്റിൻകരയിലേക്ക് പോകുന്ന ബസ്, പിന്നെ തീവണ്ടി ബസ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അത് മാത്രല്ല, കൽക്കരി കൊണ്ട് ഓടുന്നത്, എങ്ങനെയാണ് കൽക്കരി നിറയ്ക്കുന്നത്, അപ്പൊ അതിന്റെ രൂപം പോലും അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മള് കാണാത്ത ഒരു കാലഘട്ടത്തിലെ സംഭവങ്ങളാണല്ലോ ആ വിവരിക്കുന്നത്. അപ്പൊ അത് ഒരു വലിയ ഒരു ചരിത്ര രേഖ പോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ അതിന്റെ നാടകത്തിന്റെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തതുണ്ട്. ശരി. ഇതിന്റെ പോഡ്കാസ്റ്റും കൂടി കിട്ടുന്നത് ആവശ്യമാണെന്ന് തോന്നുന്നു. അതും നമുക്ക് കേൾക്കുമ്പോൾ വളരെ രസമായിട്ട് പക്ഷെ വരും. എഡിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അത് ആ, വെച്ചാൽ അത് ഒരുപാട് ഡിസ്റ്റർബൻസുകളൊക്കെ ഉള്ളതാണ്. നമ്മളെ വീട്ടില് അല്ലേ? വെച്ചിട്ട് ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കുമ്പോൾ എടുത്തിട്ടുള്ളതാണ്. അതെ. അപ്പൊ അതില് അതുപോലെ ഇതില് ആ, മറ്റേ കണ്ണീർ മുത്തുകളുടെ കഥ, നമ്മളുടെ വിദ്യാഭ്യാസ ആ, നയപരമായിട്ടുള്ള തീരുമാനങ്ങളിലൊക്കെ എങ്ങനെയൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അതുപോലെ തന്നെ അവരുടെ വർക്ക്ഷോപ്സ് ഒക്കെ എങ്ങനെയാണ് പുരോഗമിച്ചതെന്നും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ പുസ്തകം പിന്നെ അവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മുൻപേ എഴുതി വെച്ച പുസ്തകം കൊടുക്കുകയും പിന്നീട് അത് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടായല്ലോ. ഇതിനെയൊക്കെ പറ്റി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സി അച്യുതമേനോൻ, അപ്പൊ അദ്ദേഹത്തിന്റെയൊക്കെ ഇടപെടലുകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ മിതഭാഷിയായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫിനെ കാണാൻ പോയിട്ടാണ് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ കാണാനുള്ള അവസരം കിട്ടുന്നത്. എന്നുവെച്ചാൽ നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ ഇതിലത് പറയുമ്പോ എനിക്ക് നമ്മൾ കേട്ട പലരുടെ അനുഭവങ്ങൾ പോലെ മറ്റൊരു അനുഭവമായിട്ട് തോന്നിട്ടോ. വളരെ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇതായിട്ട് കാഷ്വൽ ആയിട്ട് അവരെ കണ്ട് എന്നാ അച്യുതമേനോനെ കണ്ടോളൂ എന്ന് പറയുന്നതൊക്കെ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞതുപോലെ പിന്നീട് അപേക്ഷ കൊടുക്കും, പരാതി കൊടുക്കും. പിന്നീട് 3000 രൂപ കിട്ടി. അത് പൗർണമിക്ക് തറക്കല്ലിടാനുള്ള ഒരു വഴിമരുന്നിട്ട കാര്യമൊക്കെ ഭയങ്കര രസമാണ് വായിക്കാൻ. വളരെ രസമായിട്ട് വായിച്ചു പോകാവുന്ന ലളിതമായ ഭാഷയിൽ ഓർമ്മകൾ പങ്കുവെക്കുക ചെയ്യണം. ശ്രീ ആഷിഖ് ഉണ്ട് ഇവിടെ. ആഷിഖ്, ഇപ്പൊ ഒന്ന് സംസാരിച്ചു നോക്കാമോ? ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, ഹലോ. ക്ലിയർ ആണ്. വളരെ സന്തോഷം രേണു നാമതാദയായിട്ട് ഒന്ന് സംസാരിക്കാൻ ഈ ഒരു സന്ദർഭത്തില്. ഞാന് പെട്ടെന്നൊന്ന് പറയാം. എന്റെ പേര് പറഞ്ഞ ഓർമ്മ ഉണ്ടാവില്ല. മുഹജിസ് എന്റെ ഫ്രണ്ടാണ്, ഫ്രാൻസിൽ ജോലി ചെയ്യുന്ന. അത് പറഞ്ഞ പെട്ടെന്ന് പറയുന്നുണ്ടാവും. ഞാന് ഇപ്പൊ യു എയിലാണ് വർക്ക് ചെയ്യുന്നത്. ജനുവരിയിൽ ഞാൻ എല്ലാ വർഷവും വരാറുണ്ട്. തൃശ്ശൂർ ഇറ്റ്ഫോക്കിൽ വെച്ച് കൊടുങ്ങല്ലൂർക്കാരനാണ് എന്ന് പറഞ്ഞോ? കൊടുങ്ങല്ലൂർക്കാരനാണെന്ന് പറഞ്ഞോ? കൊടുങ്ങല്ലൂർ ശരിക്കും പറഞ്ഞ പെരിഞ്ഞാനാണ്. പെരിഞ്ഞാലക്കുട വളരെ അടുത്ത് തന്നെയാണ്. അതിനെ സമീപം എഴുതിയിട്ട്. ഇപ്പൊ ഞാൻ യു എയിലാണ് ജോലി ചെയ്യുന്നത്. എല്ലാ വർഷവും ജനുവരിയിൽ വരാറുണ്ട്. നാട്ടിലെ ചില സാംസ്കാരിക ഉത്സവവും മറ്റു പല ഫംഗ്ഷനുകൾ കൂടുതൽ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇറ്റ്ഫോക്കിന് എല്ലാ വർഷവും പ്ലാൻ ചെയ്ത് വരാറുണ്ട്. ഇവിടെ നാടകപ്രവർത്തനം, സാംസ്കാരിക പ്രവർത്തനമൊക്കെ ഉണ്ട് യു എയിൽ. ഭരതപുള്ളി നാടകോത്സവത്തിൽ ബന്ധപ്പെട്ടുള്ളുണ്ട്. അപ്പൊ അവിടെ വെച്ച് നമ്മൾ എല്ലാ വർഷവും സംസാരിക്കാറുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഈ പുസ്തകത്തെ കുറിച്ച് ഞാനത് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ചന്ദ്രൻ മാഷ് പറയുണ്ടായി. അപ്പൊ തന്നെ ഞാൻ ആ വഴികളിൽ കൂടെ ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കായിരുന്നു. എന്തായാലും അത് ഇവിടെ പുസ്തകങ്ങളുടെ ലഭ്യത വളരെ കുറവാണ്. ഷാർജ ബുക്ക് ഫെയറിന് തന്നെ എല്ലാ പുസ്തകങ്ങളും എത്താറുമില്ല. എന്തായാലും ഞാൻ ഇത് നോട്ട് ചെയ്തിട്ടുണ്ട്, കളക്ട് ചെയ്ത് വാങ്ങിക്കും. പ്രത്യേകിച്ച് ഇവിടെ സിസ്റ്റർ പറഞ്ഞ പോലെ വലിയൊരു അളവ് വെച്ചാല് പ്രാദേശിക ഒരുപാട് വിഷയങ്ങൾ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. വലിയൊരു ചരിത്രം കൃത്യമായിട്ട് അവൈലബിൾ. ഓക്കെ, എന്തായാലും ഞാൻ നോട്ട് ചെയ്യാം. പിന്നെ ഞാൻ മോജിസിന്റെ അടുത്തേക്ക് ഇത് ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഇതിൽ സംസാരിച്ചതും വീട്ടിലെല്ലാവർക്കും മറ്റേ ഒരു 1/2 ഡസൻ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പഠിത്തം. എനിക്കറിയാം. അതെ, ഞാൻ ക്ലാസ്മേറ്റ് ആണ്. പോളിയിലും സ്കൂളിലൊക്കെ ഒന്നിച്ച് പഠിച്ചതാ. ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും ഇറ്റ്ഫോക്കിന് വരുമ്പോ സംസാരിക്കാറുണ്ട്. എന്തായാലും വലിയ സന്തോഷം. ഇതില് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തായാലും ഇപ്പൊ എനിക്ക് തോന്നണ ഒറ്റക്കാണ്, ഹസ്ബൻഡ് ഇല്ല. പക്ഷെ ഇപ്പോഴൊന്നും ഇറ്റ്ഫോക്ക് കേളിയിലൊക്കെ എഴുതലായിരുന്നത്. ഇപ്പൊ ഞാനതൊക്കെ ഒരെണ്ണം വായിക്കായിരുന്നു. എഴുത്ത് കാര്യങ്ങള് സജീവമായിട്ട് സാംസ്കാരിക പ്രവർത്തനം കാര്യങ്ങള് എങ്ങനെ എനർജി നിലനിർത്തുന്നത് വളരെ ശക്തമായിട്ടാണ് ഇപ്പോഴും സമൂഹത്തിൽ ഇടപെടലും പ്രതികരണവും കാര്യങ്ങളൊക്കെ. അതൊന്ന് പറയാൻ പറ്റുക? എല്ലാവർക്കും എനിക്ക് തോന്നുന്നുള്ളത്, എല്ലാവരും പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ചുറ്റുപാട്. അപ്പോ അതിനെക്കുറിച്ച് ഒന്ന് പറയാം, നമുക്കൊക്കെ ഒരു പ്രചോദനമാണ്. ഓക്കെ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം എനിക്ക് എപ്പോഴും തോന്നണത് ഞാന് ഭയങ്കര മടിച്ചിയാണ്, ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യണില്ല എന്നാണ്. ഇനിയും മറ്റേ കുറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്, എഴുതാനുണ്ട്. പക്ഷെ എനിക്ക് മടിയാണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് കേട്ടോ.
സമൂഹത്തിന് രേണുവിനെ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പൊ വെറുതെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല അല്ലേ? അതില് സം- ഓക്കെ. അത് അല്ല പുറമേക്ക് ഒരു പക്ഷെ എല്ലാരും പറയാറുണ്ട് എഴുത്ത് വലിയൊരു മനസംഘർഷം ത്തിലൂടെ വരുന്നുണ്ട്. അത് എന്നിട്ട് ഒഴുകി ലാഭ അഗ്നിവ്രതം പൊട്ടുന്നാൾ ഒഴുകിയാണ്ട് പോയി കഴിഞ്ഞാൽ കുറെ നാളത്തിന് പിന്നെ വിശ്രമായിരിക്കും. ഇപ്പൊ അതൊക്കെ ഉണ്ടായിരിക്കും, അത് ഞാനോ മനസ്സിലാക്കണത്. അപ്പൊ തിരിഞ്ഞാലെ കുറിച്ച് പറഞ്ഞതേ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് എന്താണ്, പൗരാണികത്വം ആത്മാവിലുള്ള ഒരു നഗരം പോലെയാണ് ഇവിടെ പറഞ്ഞത്. അത് ഇപ്പൊ പലരും അവിടെ ഞാൻ നാട്ടിലൊക്കെ വരുമ്പോ പല വിഷയങ്ങൾ തമ്മിൽ പലരും വിലയിരുത്താറുണ്ട്. ഇരിഞ്ഞാലക്കുട വലിയൊരു വികസനം ഇല്ല, പക്ഷെ ചില കാര്യമായിട്ടുള്ള ഇതൊന്നും കാണാറില്ല. പക്ഷെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറെ ചുറ്റുപാടുകൾ അവിടെ ഉള്ളത് അങ്ങനെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുണ്ടാ. ഇപ്പൊ പ്രത്യേകിച്ച് പ്രവാസികളുണ്ടായിരിക്കാം. അപ്പൊ അത് അങ്ങനെ തന്നെ ഇരിങ്ങാലക്കുട അല്ല നിലനിന്ന് കേട്ടോ ഇപ്പൊ പഴയ ഇരിങ്ങാലക്കുട അല്ല കേട്ടോ എന്താ ഇപ്പൊ പഴയ ഇരിങ്ങാലക്കുട അല്ല ഇപ്പൊ. ഇരിങ്ങാലക്കുട പഴയ ഇരിങ്ങാലക്കുട അല്ലാന്ന് മാറ്റം വന്നു. ഞാനൊക്കെ ഞാനിപ്പോ ജനുവിൽ വന്നു. ഞാൻ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ട്, മാസികകൾ അപ്ഡേഷൻ വായിക്കല്, ഇതിനൊക്കെ അറിയാറുണ്ട്. അവിടെ ഉണ്ടാകുന്ന വികസനങ്ങള് ഒക്കെ അതിനോടൊക്കെ കുറെ യോജിപ്പുണ്ട്, യോജിപ്പുണ്ട്. അതൊക്കെ വലിയ വിഷയങ്ങളില്ല, ഇതുപോലുള്ള ഒക്കെ വികസനത്തിന് അളവുകളൊക്കെ വരണേ. പക്ഷെ എന്നാലും ഞാൻ കൂടെ കുറെ കൂടി അങ്ങനെ തന്നെ അങ്ങോട്ട് വല്ലാതെ ഒരു ഇതിൽ പോയില്ല. പക്ഷെ അത് നെഗറ്റീവായിട്ടും പലരും പറയാറുണ്ട് കേട്ടാ. ഇനി ഞാൻ കൂടെ അവിടെ അങ്ങനെ തന്നെ ഒരു നിലനിർത്തിക്കൊണ്ടോട് ഒക്കെ കുറെ സാമൂഹ്യ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറെ ഘടകങ്ങളുണ്ട്. അതൊക്കെ അങ്ങനെ കേട്ടോ. എന്തായാലും മൂലം മാണിക്യവും ഈ പറഞ്ഞ പള്ളിയും ഈ പിണ്ടി പെരുന്നാളും കുറെ കാര്യങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, കുറെ ഫിലിമോത്സവങ്ങൾ, നാടകോത്സവങ്ങൾ, കുറെ സംഭവങ്ങൾ പിരിയാനോടുണ്ട്. പിന്നെ സാംസ്കാരിക സംഘടനകൾ, കഥകളി, ഇതൊക്കെ ആയിട്ടുള്ള കോളേജ്, കുറെ കാര്യങ്ങൾ. എന്തായാലും അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പോൾ ആക്റ്റീവ് ആയി നിൽക്കുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള എഴുതുകയും പറയും, അതിനുള്ള പ്രചോദനം ഒക്കെ പലർക്കും ഉണ്ട്. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ കൂടുതലും പുസ്തകം കൂടുതലായി ചോദിക്കുന്നില്ല. ഓക്കെ. ആ, എന്തായാലും സന്തോഷം, വളരെ സന്തോഷം അഷിക. ശ്രീ ചന്ദ്രബോസ് സംസാരിക്കാട്ടോ. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. മൈക്ക് മ്യൂട്ടാണ്. ശ്രീ ചന്ദ്രബോസിന്റെ മൈക്ക് മ്യൂട്ട്. ഞാൻ നിങ്ങൾ പറയുന്നൊക്കെ കേൾക്കുമായിരുന്നു. നല്ല ഡിസ്കഷനാണ്. അപ്പൊ ഞാന് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? അപ്പോ ഓ ഇതിനകത്ത് അമ്മയ്ക്ക് വലിയ ഒരു വിസിബിലിറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു വിമർശനമായിട്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അച്ഛന്റെ ജീവിതവും കാലവുമാണ്. പക്ഷെ ഇതിനകത്തൊരു വേറൊരു ഫെമിനിസ്റ്റ് വ്യൂവിൽ നമ്മളിത് നോക്കുമ്പോഴേ അതെ, അമ്മയുടെ ആക്ച്വലി ഇത് ഞാൻ എഴുതി തുടങ്ങിയത് അച്ഛന്റെ കൃതികളെ കുറിച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂ പരമ്പര എന്നുള്ള രീതിയിലാണ് ഇത് തുടങ്ങുന്നത് ബേസിക്കലി. മറ്റേ സത്യം പറഞ്ഞ ഇത് നമ്മുടെ ഇ പി രാജഗോപാലൻ മാഷാണ് ഇതിന്റെ ഒരു ആശയം നിർദ്ദേശിച്ചത് ആദ്യം. അപ്പൊ അച്ഛന്റെ ഒരു ഇന്റർവ്യൂ സീരീസ് ചെയ്യാ, അച്ഛന്റെ കൃതികളെ കുറിച്ചിട്ട്. അച്ഛന്റെ കാരണം ഒരു 25ഓളം കൃതികൾ അച്ഛന്റെ ഇതുണ്ടല്ലോ. അപ്പൊ ഈ പ്രത്യേകിച്ച് അത്ഭുതവാനരന്മാര് വന്ന വഴിയാണ് എല്ലാവർക്കും, അതിനെ കുറിച്ചിട്ടാണ് എല്ലാവരുടെയും ഒരു ക്യൂരിയോസിറ്റി ഉള്ളത്. അത്ഭുതവാനന്മാർ എങ്ങനെ ഉണ്ടായി, അത്ഭുതവാനന്മാര് വന്നൊരു വഴി എന്നുള്ള. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു അച്ഛന്റെ എഴുത്തിനെ കുറിച്ചിട്ട്, ഈ ഓരോ കൃതികളെ കുറിച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂ സീരീസ് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അത് തുടങ്ങി ഈ ഇന്റർവ്യൂകൾ എടുത്ത് തുടങ്ങി ഇതിന്റെ ഒരു ഇതിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് തന്നെ ഇങ്ങനെ ഈ ഒരു കാലഘട്ടം കൂടി ഒന്ന് രേഖപ്പെടുത്തണല്ലോ എന്നുള്ളൊരു ചിന്ത വരണത്. കാരണം അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ ആലോചിക്കുന്നത്. അപ്പൊ ഞാനിത് എടുക്കുന്ന സമയത്ത് അച്ഛൻ ഓൾമോസ്റ്റ് 90 ആയിട്ടുണ്ട്. അപ്പൊ അച്ഛന്റെ സമകാലീനരായിട്ടുള്ള ആരും തന്നെ അന്ന് ഇരിങ്ങാലക്കുടയിൽ ഇല്ല, ഈ ഒരു കാലഘട്ടങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാർ. അപ്പൊ അപ്പൊ നമ്മള് പലരോടും ഇപ്പൊ ഈ അമ്പലത്തിലെ കാര്യങ്ങളും ഇപ്പൊ ഈ പ്രത്യേകിച്ച് ഇപ്പൊ അറിയാം, ഇപ്പൊ ഏറ്റവും വലിയ വിവാദമായിട്ടുള്ള ഈ കുട്ടംകുളം സമരം, അവിടുത്തെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലത്തെ ജാതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, ഇതൊക്കെ ഒരു മറ്റേ വിവാദങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുള്ള സമയമാണല്ലോ ഉണ്ടായിരുന്നത് അപ്പൊ തന്നെ. അപ്പൊ ആ സമയത്തൊക്കെ തന്നെ എങ്ങനെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങള്, ഇവിടെ ഈ കുട്ടംകുളം സമരം ഉണ്ടായത്? കുട്ടംകുളം സമരം കണ്ടിട്ടുള്ള ആരും അന്ന് ആ സമയത്ത് അച്ഛൻ മാത്രമേ ഉള്ളൂ, ബാക്കി നേരിട്ട് കണ്ടിട്ടുള്ളവര്. അതുപോലെ ഈ അയിത്തം എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന കാലത്ത് ജീവിച്ചിരുന്നിട്ടുള്ളവര്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെല്ലുകൾ ഇരിങ്ങാലക്കുടയിൽ തുടങ്ങിയ കാലത്ത്.
അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മള് അപ്പൊ ലാസ്റ്റ് എന്താ പറയാ അവസാനത്തെ കണ്ണികൾ എന്നുള്ള രീതിയില് അവരുടെയൊക്കെ ഈ നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് രേഖപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ ഈ ചരിത്രം നമുക്ക് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോവും എന്നുള്ളൊരു ധാരണയിൽ നിന്നാണ് ഞാനിത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് എഴുതി തുടങ്ങുമ്പോഴാണ് ഈ ഈ അപ്പൊ അപ്പൊ അതുകൊണ്ട് തന്നെ ബേസിക്കലി അച്ഛന്റെ ജീവിതവും ഇരിങ്ങാലക്കുടയുടെ ജീവിതവും എന്നുള്ളതിനാണ് ഇതിൽ ഫോക്കസ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ കുടുംബ ചരിത്രമല്ല. അതാണ്. ഞാൻ കാരണം പറഞ്ഞതേ നമ്മള് ഉള്ളൂ. കുടുംബ കാരണം ഇത് ചരിത്രത്തിലേക്ക് അങ്ങനെ വരാനുള്ള അങ്ങനെ സമയം ഉണ്ടായിട്ടില്ല ഇതില്. അങ്ങനെ ഒരു വായന വന്നുകൂടുന്നില്ല. ആ ഈ ഫെമിനിസ്റ്റ് ഒരു വ്യൂ പോയിന്റില്ലേ, അപ്പൊ നമ്മൾ ഡൊമസ്റ്റിക് ആയ ഒരു സാധനം ഇനി എഴുതാം, ആണല്ലോ. ഇനി എഴുതാലോ, ഇനി ആ, എഴുതാലോ. അല്ല, ഓക്കെ ഓക്കെ, അതൊരു പക്ഷെ അമ്മ വിമർശനത്തിന്. കടന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഘട്ടങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ട് ഇതില്. ഉണ്ട്. പ്രത്യേകിച്ച് ഈ അടുക്കളയിലെ അച്ഛന്റെ കലാപരിപാടികളൊക്കെ പറയുമ്പോ അത് ഭയങ്കര രസം. ഞാൻ എന്തായാലും ആ കുറുമ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് അതിലെ ഇൻഗ്രീഡിയൻസ് അടക്കം അതിന്റെ പാചക രീതി അടക്കം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് നമുക്ക് വേണമെങ്കിൽ അമ്മയുടെ അമ്മ ബേസിക്കലി അമ്മയുടെ ഒരു ലോകം അല്ലെങ്കിൽ അമ്മയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അത് വേറൊരു ടെക്സ്റ്റ് ആണ് ആക്ച്വലി. അത് നല്ലതാണ്. കാരണം അമ്മ ഫിസിക്സ് ടീച്ചറാണ്. അതായത് ഫിസിക്സ് ടീച്ചർ എന്ന് പറഞ്ഞാല് മറ്റേ അമ്മ ഏതാണ്ട് നമ്മുടെ സെന്റ് മേരീസ് കോളേജിൽ നിന്ന് ഫിസിക്സിന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ട് മറ്റേ വീട്ടിലത്തെ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം പോസ്റ്റ് ഗ്രാജുവേഷന് പോവാൻ പറ്റാതിരുന്ന ആളാണ് അമ്മ. ശരി. അതായത് പഠിപ്പ് ശരി. തന്നെയാണ്. മറ്റേ അന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ നിക്കണം. മറ്റേ സെന്റ് തോമസിൽ മാത്രമാണ് അന്ന് MSc ഫിസിക്സ് ഉള്ളത് തൃശ്ശൂര്. അപ്പൊ സെന്റ് തോമസിൽ MSc ഫിസിക്സിന് ചേരണം. അന്ന് പെൺകുട്ടികളെ ചേർക്കില്ല. പിന്നെ ആൺകുട്ടികൾ മാത്രമേ മറ്റേ ഉള്ളൂ. ഫിസിക്സ് MSc പഠിക്കണം എന്നുണ്ടെങ്കിൽ മറ്റേ ആലുവ UC-ലേക്കോ പാലക്കാട് വിക്ടോറിയയിലേക്കോ പോണം. അവിടെ ഹോസ്റ്റലിൽ നിൽക്കണം. അപ്പൊ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനുള്ള പൈസ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഡിഗ്രി വെച്ചിട്ട് അമ്മയുടെ പഠിപ്പ് അവസാനിക്കുകയാണ്. അപ്പൊ എന്നിട്ട് അമ്മ അവിടുന്ന് മറ്റേ എന്നിട്ട് അവിടെ മുണ്ടൂര് അടുത്തുള്ള ഒരു സ്കൂളില് മറ്റേ വല്യമാമൻ പൈസ കൊടുത്തിട്ടോ ശുപാർശ പറഞ്ഞിട്ടോ മറ്റേ ജോലി വാങ്ങിച്ചു കൊടുത്തു അമ്മയ്ക്ക്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അമ്മ ടെസ്റ്റ് എഴുതിയിട്ട് ബാർക്കില് ഇന്റർവ്യൂവിന് വിളിച്ചു, ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ. പക്ഷെ ബോംബെ വരെ പോണം. പിന്നെ ബോംബെക്ക് ജോലിക്ക് പോവേ. അപ്പൊ അതുകൊണ്ട് അതിന് പോവാൻ പറ്റിയില്ല. പിന്നെ മൈസൂര് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ബോർഡില് അമ്മയ്ക്ക് മറ്റേ ജോലി അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി. അപ്പോഴും പോവാൻ അനുവാദം കിട്ടിയില്ല. അപ്പൊ അത് മറ്റേ എന്നിട്ട് പിന്നെ അവിടുന്ന് മറ്റേ അമ്മ പക്ഷെ ഡിഗ്രി അല്ല ഇവിടുന്ന് ചേർന്നിട്ട് കോളേജിൽ നിന്ന് അല്ല സ്കൂളിൽ ജോലിക്ക് ചേർന്നിട്ട് അത് പ്രൈവറ്റ് സ്കൂളായിരുന്നു. അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് അമ്മ BEd കംപ്ലീറ്റ് ചെയ്തു. കാരണം ഗവൺമെന്റ് സ്കൂളിലെങ്കിലും ജോലി കിട്ടണം, അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിൽ ജോലി കിട്ടിയാൽ മുണ്ടൂരിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അമ്മ BEd കംപ്ലീറ്റ് ചെയ്തു. മറ്റേ BEd തൃശ്ശൂർ BEd കോളേജിൽ പോയിട്ട് BEd കംപ്ലീറ്റ് ചെയ്തിട്ട് ഗവൺമെന്റ് മറ്റേ സ്കൂളിൽ ജോലി വാങ്ങിച്ചു, വേലൂര് ഗവൺമെന്റ് സ്കൂളില്. അപ്പൊ വേലൂര് ഗവൺമെന്റ് സ്കൂളിൽ ഇരിക്കുമ്പോഴാണ് കല്യാണം കഴിയണതും ഞാൻ ഉണ്ടാവണതും ഒക്കെ അവിടെ വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് പോളിയോ വന്നതോടുകൂടി എന്തായെന്ന് വെച്ചാല് അതൊക്കെ നമുക്ക് പലതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഫാമിലിയുടെ കുറെ ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പൊ അത് കാരണം നമ്മൾ എഴുതുന്ന സമയത്ത് പല ബാലൻസുകളും കീപ്പ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ മറ്റേ അപ്പൊ എനിക്ക് പോളിയോ വരുമ്പോ ഞങ്ങള് ഈ അമ്മയുടെ കൂട്ടുകുടുംബത്തിലാണ്, തറവാട്ടിലാണ്, മുണ്ടൂര്. അപ്പോ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് എന്നെ ടേക്ക് കെയർ ചെയ്യുന്നതും നോക്കുന്നതും മറ്റേ ബാക്കി മറ്റേ കൂട്ടുകുടുംബത്തിലുള്ള മറ്റംഗങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ബേസിക്കലി. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അമ്മ ഇരിങ്ങാലക്കുടയ്ക്ക് പോരാൻ തീരുമാനിക്കുന്നതും അച്ഛനോട് പറയാതെ അമ്മ ട്രാൻസ്ഫറിന് അപ്ലിക്കേഷൻ കൊടുക്കുന്നതും. അപ്പൊ അച്ഛൻ പക്ഷെ എതിർത്തിട്ടില്ല അമ്മേ, അല്ലേ? അച്ഛൻ അതിനെ എതിർത്തില്ല. അച്ഛന് ധൈര്യം ഉണ്ടായില്ലായിരുന്നു. കാരണം സുഖമില്ലാത്ത കുട്ടിയെയും കൊണ്ട് കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് താമസം തുടങ്ങുക എന്ന് പറയുന്ന മറ്റേ സാഹസം ചെയ്യാൻ അച്ഛന് ആക്ച്വലി അന്ന് ധൈര്യമില്ലായിരുന്നു.
പക്ഷെ ധൈര്യമില്ല. അമ്മ പക്ഷെ എല്ലാ തീരുമാനം സഹായവും എടുത്തു ചെയ്തു. കഴിഞ്ഞപ്പോൾ അതെ അമ്മ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ തന്നെ പോരാ. അച്ഛൻ പിന്നെ ഓടി അത് നടന്നു. മാത്രമല്ല, അതെ. ആക്ച്വലി ഇതിന്റെയൊക്കെ അകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങള്, പ്രത്യേകിച്ച് നമ്മൾ ഈ ഫാമിലി ഹിസ്റ്ററി പറയുമ്പോ അതൊന്ന് നമുക്ക് വളരെ എന്താ പറയാ, ഡിസ്ക്രിഷണറി ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ടല്ലോ, അതെ. അതെ. പ്രത്യേകിച്ച് അച്ഛന്റെ ഫാമിലി ഹിസ്റ്ററിയില്. അപ്പൊ അങ്ങനെ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ബേസിക്കലി. അപ്പൊ ആരോ എന്നോട് അത് ബുക്ക് വായിച്ചിട്ടുള്ള ആരോ, മറ്റേ ഇവിടെ അശോകേട്ടനോ ആരോ ചെഞ്ചരൂരായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ രണ്ടാമത്തെ ഭാഗം, അതായത് അവസാന ഭാഗങ്ങൾ കുറച്ചുകൂടി വേണമായിരുന്നു എന്ന് തോന്നി എന്ന്. ആക്ച്വലി ആ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ മറ്റേ ആ ഒരു ഏതാണ്ട് പൗർണമിയുടെ പണി തൊട്ടുള്ള എന്റെ ജനന ശേഷമുള്ള 70കൾ തൊട്ടുള്ള സമയം എന്ന് പറയുന്നത് വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു പോന്നിട്ടുള്ളത്. ഒന്ന്, ഇതിനൊക്കെ കൂടുതലായാലോ പുസ്തകത്തിന്റെ വലിപ്പം കൂടും ഇപ്പോഴത്തേക്കാളും കൂടുതൽ. അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പബ്ലിഷിങ്ങിന്റെ പ്രാക്ടിക്കൽ രീതിയിൽ നിന്ന് അത് കേറിപ്പോവും എന്നുള്ളതുണ്ട്. മറ്റേ പിന്നെ ഈ പറയുന്നത് പോലെ ആ സെക്കൻഡ് പാർട്ട് അച്ഛന്റെ ഇതിനേക്കാൾ ഇപ്പൊ എന്റെ ചികിത്സയൊക്കെ സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ചരിത്രമൊക്കെ അത് വളരെ വളരെ കണ്ടൻസ്ഡ് ആക്കിയിട്ടാണ് ഞാനത് കൊടുത്തിട്ടുള്ളത്. എന്റെ ചികിത്സയല്ല, എന്റെ ചികിത്സകളുടെ ഒരു വലിയ ചരിത്രമുണ്ട് ബേസിക്കലി. മറ്റേ ആ വലിയ ചരിത്രത്തിൽ കഴിഞ്ഞിട്ടാണ്, അതായത് എന്റെ ട്രീറ്റ്മെന്റും എന്റെ ഒരു അപ്ബ്രിങ്ങിങ്ങും മറ്റേ അതായത് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. ഞാൻ 1ാം ക്ലാസ്സിൽ പോയിട്ടില്ല, 2ാം ക്ലാസ്സിൽ കാര്യമായിട്ട് പോയിട്ടില്ല, 3ാം ക്ലാസ്സിലും പോയിട്ടില്ല. അങ്ങനെ വളരെ ബ്രോക്കൺ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ എന്റെ ഈ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിന്റെ ട്രീറ്റ്മെന്റും അതിന്റെ ഇതുകളും രീതി മറ്റേ അതിനു വേണ്ടിയിട്ടുള്ള യാത്രകളും ഒക്കെ കഴിഞ്ഞിട്ടാണ്. മറ്റേ അപ്പോ അപ്പൊ അതിന്റെ ഇടയിലാണ് മറ്റേ ഈ പറയണത് മാതിരിയുള്ള അപ്പൊ നമുക്ക് ഒരുപാട് ഏരിയകൾ നമുക്കിതില് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട് മൊത്തത്തില്. അതാണ്. അപ്പൊ അതുപോലെ രേണുവിന്റെ ലൈഫ് അധികം വന്നിട്ടില്ലല്ലോ. ഇല്ല, എന്റെ ഇല്ല. ലൈഫ് അവൾക്ക് ബേസിക്കലി വന്നില്ല. അതാണ്. ഇപ്പൊ എന്റെ ലൈഫ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ മുണ്ടൂരിന്ന് തുടങ്ങുന്നതാണ്. അതാണ് കാരണം ഞാൻ ജനിക്കുന്നത്, എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും എന്നെ സംബന്ധിച്ചിട്ട് എന്റെ നാട് എന്ന് പറയുന്നത് മുണ്ടൂരാണ്. അമ്മയുടെ നാടാണ്. ആ തറവാട്ടില് അവിടെയാണ് എന്റെ ഓർമ്മകള് വരുന്നത്. കാരണം ഞാൻ ജനിച്ചിട്ട് എനിക്ക് ഒരു എന്താ ഒരു 8-9 വയസ്സ് വരെ നമ്മള് ഇരിങ്ങാലക്കുടയ്ക്ക് പോന്നാലും നമ്മൾ കൂടുതൽ സമയവും മുണ്ടൂരാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാനെപ്പോഴും എന്റെ ഒരു വീട് എന്നുള്ളത് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇരിങ്ങാലക്കുടയേക്കാൾ കൂടുതൽ മുണ്ടൂരും തൃശ്ശൂരും ആണ്. ഇരിങ്ങാലക്കുടയായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ആത്മബന്ധമില്ല ഇപ്പോഴും. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈ അച്ഛന്റെ പിന്നെ എടുത്ത ഫോട്ടോസ്, ധാരാളം ഫോട്ടോസ് ഉണ്ട് ഇതിന്റെ അകത്ത്. അത് അച്ഛൻ തന്നെ എടുത്ത ഫോട്ടോസ് ആണെന്ന് തോന്നുന്നു അല്ലെ? ചിലതൊക്കെ അദ്ദേഹത്തിന് കേട്ടസി കൊടുത്തിട്ടുണ്ട്. അതെ അതെ, അച്ഛൻ തന്നെ എടുത്ത ഫോട്ടോസ് ആണ് അതൊക്കെ. അതെ. അതെല്ലാം നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണല്ലോ. പിന്നെ നന്നായിട്ടുണ്ട് അത്. അതുപോലെ തന്നെ ഈ അവസാനത്തെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, നീല വിരിയിട്ട് നിരാളമെത്തെ, ആ ഗാനം കേട്ട് അത് അവസാനത്തെ അദ്ദേഹം പിരിഞ്ഞു പോകുന്നതിന് മുമ്പുള്ള ഒരു ക്ലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോവുകയാണ് അല്ലേ, SSLC കഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികൾ. അതെ. അത് ഭയങ്കര ടച്ചിങ് ആയിട്ടാണ്. അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ കണ്ണൊപ്പി പോകുന്ന അത് ടീച്ചർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അത് വായിക്കുമ്പോൾ വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ള ഒരു ഇതായിട്ടാണ് നമുക്ക് അത് ഫീൽ ചെയ്യുക. അതുപോലെ പിന്നെ അച്ഛന്റെ ഭക്ഷണ രീതികൾ, അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് പറഞ്ഞില്ല. അച്ഛന്റെ ഭക്ഷണ രീതികൾ ഞങ്ങളുടെ കുടുംബത്തില് എല്ലാവരും ചർച്ച ചെയ്യാറുള്ളതാണ് എന്ന് പറഞ്ഞ് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. കാരണം അച്ഛന്റെ പാചകത്തിന്റെ ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛമ്മയുടെ കൂടെ ജീവിക്കുമ്പോൾ അച്ഛൻ തന്നെയാണ് 10 വർഷത്തോളം അമ്മയെ ഒറ്റയ്ക്ക് നോക്കുകയാണല്ലോ ചെയ്തത്. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രയൊന്നും പിന്നെ ഇതിലൊന്നും ശ്രദ്ധയില്ലാത്തൊരു പ്രായത്തിലാണ് അച്ഛൻ നോക്കുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ
കൂടുതലായിട്ട് എന്താണ് അച്ഛന്റെ ആഹാര രീതികൾ എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പൂമ്പാറ്റ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിന്റെ ചരിത്രം കൂടി ഇതിൽ പറയുന്നുണ്ട്. അതില് ആർ ഗോപാലകൃഷ്ണൻ സാറ് നമ്മളുടെ മീഡിയ റൂമിൽ തന്നെ മറ്റൊരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആർ ഗോപാലകൃഷ്ണൻ സാറായിരുന്നല്ലോ കുറെ കാലം മോഹനൻ അദ്ദേഹമൊക്കെ പിരിഞ്ഞു പോയതിനു ശേഷം പൂമ്പാറ്റയുടെ എഡിറ്റർ ആയിട്ട് വന്നു. അത്ഭുതവാന്മാരുണ്ടാവുന്നത് അതെ ആക്ച്വലി മറ്റേ ഗോപാലകൃഷ്ണൻ കാരനാണ്. അതെ 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 ശരിയാണ്. അതാണ്. അത് അദ്ദേഹം അതിനെ പറ്റിയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് പ്രസിദ്ധീകരണം തുടങ്ങിയ ഒരു കാലഘട്ടത്തിന്റെ ഫോട്ടോസ് ഒക്കെ അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്റെയൊക്കെ കുട്ടിക്കാലത്ത്, വളരെ കുട്ടിക്കാലല്ല ട്ടോ, ഒരു 9-ലോ 10-ലോ ഒക്കെ പഠിക്കുമ്പോഴായിരിക്കണം പൂമ്പാറ്റയില് ഈ അത്ഭുതവാനരന്മാരൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഞാൻ കണ്ണുനീർ പിന്നെ അത് ഞാൻ വായിച്ചിട്ടില്ല. അത് ഇനി ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. രേണു പഠിച്ചിട്ടില്ല. അതിന് നമ്മളിപ്പൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അത് ഹേമചേച്ചിയുടെ എന്റെയൊക്കെ ഇതിന് മുമ്പാണ് അത് വന്നിട്ടുള്ളത്. മുമ്പായിരിക്കാം. നമ്മൾ എന്തിലെത്തുമ്പോഴേക്കും അത് മാറിയിട്ടുണ്ട്. മാറി. അത് ഞാൻ വായിച്ചിട്ടില്ല. ബാക്കിയെല്ലാം ഒരുമാതിരി വായിച്ചിട്ടുണ്ട്. അത്ഭുത നീരാളി പകുതി വെച്ച് നിർത്തുകയല്ലേ ചെയ്തത്. അപ്പോ അത് പിന്നീട് ഞാൻ അതായത് പൂമ്പാറ്റ പബ്ലിക്കേഷൻ നിർത്തി. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ബാലഭൂമി ഏറ്റെടുത്തിട്ട് അത് വീണ്ടും അത് പിന്നീട് മറ്റേ മോഹൻ, നമ്മുടെ സിനിമ പ്രൊഡ്യൂസർ മോഹൻ, ഗുഡ് നൈറ്റ് മോഹൻ ഉണ്ടല്ലോ, അവര് വാങ്ങിച്ചിട്ട് വീണ്ടും തുടങ്ങിയപ്പോ ഇത് കണ്ടിന്യൂ ചെയ്തു. അത് നമ്മൾ വായിച്ചിട്ടുണ്ട്. പകുതി ആദ്യം വന്നത് മാത്രമേ വായിച്ചിട്ടുള്ളൂ. പൂമ്പാറ്റ നിർത്തി എന്നൊക്കെ ഉള്ളത് ഭയങ്കര വിഷമമായിരുന്നു അന്ന് കുട്ടികൾക്കൊക്കെ. ഞാൻ തീരെ കുട്ടി അല്ലെങ്കിൽ പോലും നമുക്കും ഭയങ്കര വിഷമമായിരുന്നു. കാരണം അതുപോലെ ഒരു പ്രസിദ്ധീകരണം, ഇപ്പൊ നമ്മൾ ബാലരമയൊക്കെ വായിച്ച് വളർന്ന ആൾക്കാരാണ്, ബാലരമ, ബാലഭൂമിയൊക്കെ. പക്ഷെ എങ്കിലും പൂമ്പാറ്റ പോലെ, പിന്നെ ഉള്ളത് ചന്തമാമ, അമ്പിളിയമ്മാവൻ. അമ്പിളിയമ്മാവനോട് വലിയൊരു ഇഷ്ടമായിരുന്നു. പക്ഷെ പൂമ്പാറ്റ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നല്ലോ. ഈ നോവലാണ് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് അതില് ഇത്ര പേജസ് രാമനാഥൻ മാഷാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോഴാട്ടോ അറിയുന്നത്. അതെനിക്കറിയില്ല. ഇത് നമ്മൾ വളരെ ദീർഘിച്ചു പോയി എങ്കിൽ പോലും സുജ, ചോദ്യങ്ങളുണ്ടോ? ഞാൻ 8:30 വരെ പറഞ്ഞത് എങ്കിൽ പോലും നമുക്ക് വളരെ ഒരു ചാരിതാർത്ഥ്യം തരുന്ന ഒരു സംഭാഷണം കൂടിയായിരുന്നു. രേണുവിന്റെ പ്രസൻസും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിലെ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ മുഴുവൻ വായിച്ച് തീർക്കുമ്പോഴും അതിന്റെ അകത്ത് പിന്നെയും ചർച്ച ചെയ്യണമെന്ന് തോന്നുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. മുഴുവനൊന്നും പറഞ്ഞില്ലേ. ഈ NV കൃഷ്ണവാര്യരുടെ ഒരു സൗഹൃദം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് PJ ആന്റണി, എരൂർ വാസുദേവ് ഒക്കെ പോലുള്ള, പോഞ്ഞിക്കര റാഫിയൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങള്, ഇവരൊക്കെ ചരിത്ര നായകന്മാരായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. നമുക്ക് അവരെ ഒന്നും നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. PJ ആന്റണിയൊക്കെ ഒരു സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടോ? അന്നത്തെ നാടകങ്ങളൊന്നും അധികം കാണാത്ത. പക്ഷെ അതെല്ലാം അവരുമായിട്ടുള്ള സൗഹൃദവും, പോഞ്ഞിക്കര റാഫിയെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ഒരു സാധു മനുഷ്യൻ, അദ്ദേഹം ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് അതുപോലെ NV കൃഷ്ണവാര്യരെ പറ്റിയിട്ട് തന്നെ നമ്മൾ ഒരുപാട് വായിക്കുകയും ഒരുപാട് അറിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹവും മാഷുമായിട്ടുള്ള ആ ബന്ധത്തിനെ പറ്റിയിട്ടൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ വലത് കൈ അനക്കാൻ പറ്റാതെ മഹാരാജാസ് ഹോസ്റ്റലിൽ നിന്ന് അദ്ദേഹം വന്ന് അതിനുശേഷം കൈയക്ഷരം മോശമായി പോയി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ മോചനം പ്രാപിച്ചു എന്നൊക്കെ വളരെ നമ്മൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയായിരുന്നു. അതുപോലെ കോളേജ് ഇലക്ഷന് 16ഓളം കാറുകൾ അന്നത്തെ കാലത്താണെന്ന് ആലോചിക്കണം. എന്നിട്ട് അവര് ഓരോ വീടുകളിലും, തൃക്കാക്കരയിലും ഒക്കെയുള്ള പരിസരത്തുള്ള വീടുകളിൽ പോയി ക്യാൻവാസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്, ആ കാലത്തും അതൊക്കെ നടക്കുവോ എന്നുള്ള അത്ഭുതമാണ് എനിക്ക് തോന്നിയത്. അതുപോലെ പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ പതാക ഉയർത്തല്, അതിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ അമ്പാടി വിശ്വം സാർ, അദ്ദേഹം പ്രസിദ്ധമായ സംഭവമാണല്ലോ അത്. അതെ അതെ, ചരിത്രപരമായ OP ജോസഫ് സാർ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. അത് മറ്റേ ഈ മഹാരാജാസിന്റെ എല്ലാ ചടങ്ങുകളിലും അതിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു. അത് നമ്മളുടെ വിധുബാലയുടെ അമ്മ സുലോചന, അവരും ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവര് അച്ഛന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അല്ലെ? ശരി, സുലോചന. മറ്റേ ഡിഗ്രിക്ക് അവര് മറ്റേ BA മലയാളം ഡിഗ്രിയിലെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ശരി, അവരുണ്ടായിരുന്നു ഈ പതാക ഉയർത്തലിന് എന്ന് കേട്ടിട്ടുണ്ട്. അത് നമ്മളുടെ രവി കുറ്റിക്കാട്.
ആ ആ അനിയത്തി ടി മേനോനാണ് ചെയർമാനൊക്കെ ആയിരുന്നു കഴിഞ്ഞിട്ട് ആയിരുന്നു. അച്ഛൻ ഉം. പഠിക്കുന്ന സമയത്ത്. അങ്ങനെ അതുപോലെ ഇതേ സമാനമായ സംഭവം UC കോളേജിലും നടന്നു. അതിലാണ് OP ജോസഫ് സർ FSCTയുടെ മറ്റേ പബ്ലിക് റിലേഷൻസ് മാനേജർ ഒക്കെ ആയിരുന്ന, ഇപ്പൊ മരിച്ചുപോയി അദ്ദേഹം. അത് രവി കുറ്റിക്കാട് സാറാണ് ഈ സംഭവം ഇവിടെ ഇതേ വേദിയിൽ ഇതിലെല്ലാം മാധ്യമപ്രവർത്തകരുടെ അനുഭവ സാക്ഷ്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ പതാക ഉയർത്തൽ സംഭവം. അതെ 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 അതെ. അതുപോലെ അല്ല, ഇതിൽ അതാണ് ഞാൻ ഒരുപാട് ചരിത്രങ്ങള് ഒരു അതെ ഹിസ്റ്ററി നമ്മൾ അതൊരു ഫസ്റ്റ് പേഴ്സൺ അക്കൗണ്ടിൽ നിന്ന് രേഖപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അതില് ഈ ബുക്കിന് നമ്മൾ പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത്. അതെ. ഒരു പി കാലഘട്ടത്തിന്റെ ജയചന്ദ്രന്റെ ഒപ്പോണന്റ് ആയി വന്ന് ആ പാട്ടുകാരൻ കുട്ടി പള്ളുരുത്തിക്കാരന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചു. അല്ല, അത് പറയേണ്ട കാര്യമില്ലല്ലോ, പള്ളുരുത്തി അത് അറിയാലോ. അല്ല അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷെ ആ പേരെന്താ പറയാത്തതെന്ന് ഞാനൊന്ന് ആലോചിച്ചു എന്ന് പറയാണ്. അത് പറയേണ്ട കാര്യമില്ലല്ലോ, പള്ളർത്തിക്കാരൻ ആ, കുട്ടി അതെ അതെ. അതുപോലെ അങ്ങനെ എനിക്ക് പറയുമ്പോഴാണ് രസകരമായിട്ട് തോന്നിയത് അല്ല, അങ്ങനെ പറയുമ്പോഴാണല്ലോ അതിന്റെ ഒരു സൗന്ദര്യം വരിക. അതെ 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 ഒരു നിഗൂഢതയുണ്ടല്ലോ അതില്. അതുപോലെ ഈ സ്റ്റീഫൻ സ്പിൽബർഗ് വരുവോ എന്ന് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് അത്ഭുത വാനരന്മാർ സിനിമയാക്കുന്നതിന്. അപ്പൊ വരുമായിരിക്കും എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുകയാണ് ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന്. ചിലപ്പോ നടന്നുകൂടായികയില്ല കേട്ടോ. ഒരുപക്ഷെ രേണു ആയിരിക്കും അതിന് അനുമതി കൊടുക്കേണ്ടി വരിക. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് സുജ ചോദ്യങ്ങളുണ്ടോ? സുജയുടെ മൈക്ക് മ്യൂട്ടാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നില്ലേ? വൈൻഡപ്പ് ചെയ്യാം. അതെ അതെ. നമ്മള് ഒരു അവസാനം ഒരു കാര്യം കൂടെ ചോദിച്ചു. ഈ രാമനാഥ് മാഷിന്റെ ബാലസാഹിത്യ കൃതികൾ സമ്പൂർണ്ണം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടോ? ഉണ്ടുണ്ട്. അത് മറ്റേ കറന്റ് ബുക്സില് തൃശ്ശൂർ കറന്റ് ബുക്സ് ഉണ്ടല്ലോ. ഓക്കെ മറ്റേ DC അല്ല, തൃശ്ശൂർ കറന്റില് കറണ്ട് ബുക്സ് തൃശ്ശൂർ. കറന്റ് ബുക്സിലാണ് ഇത് സമാഹാരം ഉള്ളത്. പിന്നെ മറ്റേ അത്ഭുത വാനരന്മാരും അത്ഭുത നീരാളിയും രാജു റോണിയും മാതൃഭൂമിയില മാതൃഭൂമി ബുക്സിൽ തന്നെ. പിന്നെ പലയിടത്തും ആയിട്ടാണ് HNC-ലുണ്ട്, അവിടെ അങ്ങനെയായിട്ട്. പിന്നെ ഓർമ്മകളുടെ മണിമുഴക്കം എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ മെമ്മയേഴ്സിന്റെ ഒരു ഇതുണ്ട്. അത് ഗ്രീൻ ബുക്സിലാണ്. അതില് അപ്പൊ ഈ ഒരുപാട് ഓർമ്മകൾ അച്ഛൻ തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട്, മറ്റേ ഈ ഓർമ്മകളുടെ മണിമുഴക്കത്തില്. അപ്പൊ അതിന്റെ റെപ്പിറ്റേഷൻ വരാതെ എന്നാൽ അതിലുള്ള ചില സംഭവങ്ങൾ പരാമർശിച്ചിട്ട് അങ്ങനെയാണ് ഞാനത് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതില് ഒരുപാട് കഥകള് മറ്റേ പേഴ്സണൽ ലൈഫിലത്തെ കുറെ കഥകൾ അതിൽ വന്നിട്ടുണ്ട്. അത് ഈ മാതൃഭൂമി വാരാന്തപതിപ്പിലും മറ്റേ അതിലൊക്കെ ആയിട്ട് പലതിലുമായിട്ട് എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് അത്. ശരി ശരി ശരി. അപ്പൊ എന്തായാലും ഇതൊരു നല്ല റൈറ്റിംഗ് ആണ്. ആശംസകൾ. അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലെ? നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. അത് ശ്രീ ചന്ദ്രബോസിന്റെ അവതരണം എടുത്തു പറയേണ്ട ഒരു അവതരണമായിരുന്നു. രേണു പറഞ്ഞതുപോലെ ഇതിന്റെ പശ്ചാത്തലങ്ങളൊന്നും അറിയാതെ രാമനാഥൻ മാഷിനെ അറിയാൻ ശ്രമിച്ച ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തകളും പിന്നെ ഈ പുസ്തകത്തിനെ പറ്റിയിട്ടുള്ള ചിന്തകളും പങ്കുവയ്ക്കുക ചെയ്തത്. അപ്പൊ അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതരണം തന്നെയായിരുന്നു തീർച്ചയായിട്ടും. വിലമതിക്കാനാവാത്ത കാലഗതികൾ ഇതിവൃത്തമാക്കിയിട്ടുള്ള അധികം രചനകളൊന്നും മലയാളത്തില് ഇതുപോലെ ഇത്ര ലളിതമായിട്ട് എഴുതപ്പെട്ടതുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. അത്തരം രചനകൾ അധികം ഇല്ല, വായിച്ചിട്ടില്ല എന്തായാലും. അപ്പൊ ഈ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ഒരു ആഴം പോലെ ഈ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ ഒരു അച്ഛൻ മക്കൾക്ക് വേണ്ടിയിട്ട് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. കുട്ടിക്കാലം തൊട്ടേ ആ കഥകളിൽ കൂടി വളർന്നു വന്ന ഒരു മകള് പിന്നീട് അച്ഛന്റെ ഓർമ്മകളിൽ കൂടി സഞ്ചരിക്കുകയാണ്. ആ സഞ്ചാരം പിന്നെ നമുക്ക് ഒരുപാട് ചരിത്ര സംഭവങ്ങളിൽ കൂടി കടന്നു പോകാനുള്ള വഴി ഒരുക്കിയിരിക്കുകയാണ്. മാത്രമല്ല അച്ഛനും മക്കളും മാത്രമല്ല, അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, അച്ഛനും പിന്നെ അച്ഛന്റെ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ഗുരുവും ശിഷ്യനും,
അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഈ ഒരു പുസ്തകത്തിൽ നമ്മൾ മറ്റ് ഒരു ഇതിൽ കാണുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും സംഘർഷങ്ങളും ചരിത്രപ്രധാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അങ്ങനെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇതുപോലെ ഒരു പുസ്തകം ഒരുപക്ഷെ നമ്മൾ അധികം വായിച്ചിട്ടുണ്ടാവില്ല മലയാളത്തില്. കേട്ട കഥകൾ പിന്നീട് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്ന ഒരു അവതരണ രീതിയിൽ കൂടി രേണു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് നമുക്ക് മലയാളത്തിന് വേണ്ടിയിട്ട് സമ്മാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സാഹിത്യകാരനെ പിന്നെ മകള് തന്നെ ഓർക്കുമ്പോൾ അച്ഛനും ആ കുടുംബത്തിലെ മറ്റ് മനുഷ്യരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങളും ജീവിതത്തിലെ സാഹചര്യങ്ങളും എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഈ ഒരു പുസ്തകം തീർച്ചയായിട്ടും മലയാളത്തിന് ഒരു മുതൽക്കൂട്ടാണ്. ഇന്നത്തെ ഈ ഒരു ക്ലബ് ഹൗസിന്റെ ഈ വേദിയിൽ ഈ പുസ്തകത്തിനെ അവതരിപ്പിച്ച ശ്രീ ഡോക്ടർ ആർ ചന്ദ്രബോസ്, അതുപോലെ ഇന്ന് നമുക്ക് എഴുതിയ കഥയിൽ കൂടി അച്ഛനെ വീണ്ടും ഓർക്കാനായിട്ട് നമ്മളുടെ ഒപ്പം ഇത്രയും സമയം പിന്നെ ക്ഷമയോടുകൂടി നമ്മളുടെ കൂടെ ഇരുന്ന ശ്രീമതി രേണു രാമനാഥനും, അതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ആഷിഖ്, ശ്രീമതി സുജ, അതുപോലെ ഇന്ന് ഇവിടെ പങ്കെടുത്ത ബൈന്ദയുണ്ട് ഇവിടെ, ബാക്കിയുള്ളവര് തീരാറായല്ലോ. അപ്പൊ ധാരാളം പേരുന്നുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ പേരിലും ഇതിന്റെ മുഖ്യ സംഘാടകൻ കൂടിയായിട്ടുള്ള ചീഫ് മോഡറേറ്റർ ഡി പ്രദീപ് കുമാർ സാറിന്റെ പേരിലും കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. രേണു. നന്ദി ഹേമ ചേച്ചി. ഹലോ കേൾക്കാം, പറഞ്ഞു. പറഞ്ഞോളൂ. നന്ദി. എന്തായാലും ഇങ്ങനെ ഒരു ചർച്ച നടത്തിയത് വളരെ രസകരമായി, വളരെ വിശദമായിട്ട് ഉള്ള ഒരു ചർച്ചയ്ക്ക് അവസരം നൽകിയ മീഡിയ റൂമിന് നന്ദി. ചന്ദ്രബോസിനും എൻ്റെ ഹൃദയമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത സുഹൃത്തുക്കൾക്കും ആഷിഖ്, സുജ തുടങ്ങിയിട്ടുള്ളവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ ചന്ദ്രബോസ്. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി. അപ്പൊ നമുക്ക് വീണ്ടും ഇങ്ങനെ ഒരു വേദിയിൽ വീണ്ടും കണ്ടുമുട്ടാം. ആരെയും നേരിട്ട് കണ്ടിട്ടില്ല. വളരെ കൗതുകകരമായ ഒരു ചർച്ചയായിരുന്നു. അതെ, തീർച്ചയായിട്ടും നമുക്ക് ഇനിയും കൂട്ടിമുട്ടാം എന്ന് തന്നെ വിചാരിക്കാം. അതെ, ഇന്നത്തെ പുസ്തക ലോകത്തിന്റെ 25-ാം അധ്യായം സുവർണ മല്ലികയുടെ ചില്ല എന്ന ഒരു മെമ്മോയർ രേണു രാമനാഥ് എഴുതിയ കെ.വി. രാമനാഥൻ മാഷെ പറ്റിയിട്ടുള്ള പുസ്തകത്തിന്റെ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ മറ്റൊരു പുസ്തകത്തിന്റെ അവതരണവുമായിട്ട് നമ്മൾ ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ അടുത്ത ലക്കത്തിൽ നമ്മൾ ഇവിടെ പങ്കെടുക്കും. അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് വീണ്ടും നമുക്ക് ക്ലബ് ഹൗസ് മീഡിയ റൂമിൽ സന്ധിക്കാം. അതുവരെ ഇവിടെ ഇതിൽ പങ്കെടുത്ത് ശ്രീമതി രേണു രാമനാഥനും ശ്രീ ചന്ദ്രബോസിനും മറ്റെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമസ്കാരം, ശുഭരാത്രി. നമസ്കാരം.